നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഇന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി നമ്മൾ ഇന്നലെ സംസാരിച്ചു തുടങ്ങിയ യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്ന പുതിയ ജീവനെ കുറിച്ച് നിക്കോദമോസിന്റെ അനുഭവത്തിലൂടെ നമ്മൾ ഇന്നലെ കാണുകയായിരുന്നു. ഹൗ ഡു വി ഗെറ്റ് റീജനറേറ്റഡ്? എങ്ങനെയാണ് നമ്മൾ പുനർജനിക്കുന്നത്, വീണ്ടും ജനിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറുന്നത്? ഇതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. നിക്കോദമോസിനോട് കർത്താവ് പറയാണ്, നീ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നിക്കോദമോസ് ന്യായമായിട്ടും വിചാരിക്കുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഒരു മുതിർന്ന മനുഷ്യൻ, പ്രായമായ ഒരാൾ എങ്ങനെയാണ് വീണ്ടും ഒരു അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കുന്നത്? അപ്പൊ കർത്താവിനോട് പറയാണ്, നിനക്ക് അമ്മയുടെ ഉദരത്തിൽ കിടക്കാൻ പറ്റില്ല, പക്ഷെ വെള്ളത്താലും ആത്മാവിനാലും നിനക്ക് വീണ്ടും ജനിക്കാൻ പറ്റും. അപ്പോ ഉടനെ ആ കോൺവെർസേഷൻ കർത്താവ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ജഡത്താൽ ജനിച്ച എല്ലാം ജഡമാണ്, ജഡത്തിന് കർത്താവിന്റെ അടുത്തേക്ക് പ്രവേശനമില്ല, ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല, ജഡം എത്ര നല്ലതായാലും പ്രവേശനമില്ല, എന്നാൽ ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. അപ്പോൾ ആത്മാവിനാലുള്ള ജീവൻ പ്രാപിക്കണം. എന്നിട്ട് കർത്താവ് പറയാണ്, ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് കാറ്റ് അടിക്കുന്ന പോലെയാണ്. കാറ്റടിക്കുമ്പം അത് എങ്ങോട്ട് പോകുന്നു നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ നാളെ എന്തായി തീരുമെന്നുള്ള ഒരു സെർട്ടൻ പ്രോമിസ് നമുക്ക് ആവശ്യമില്ല. നാളെക്കുറിച്ചോ അടുത്ത ആഴ്ചത്തെ കുറിച്ചോ ഉള്ള ഒരു വാഗ്ദത്തങ്ങളിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് കാറ്റ് പോലെയാണ് ഈ ലോകത്ത്. പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈ ലേഖനങ്ങളുടെ പഠനത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ദർ ഇസ് എ ഗ്രഡേഷൻ ഇൻ ഇറ്റ്സ് ഡെപ്ത്. ഓരോ ലേഖനം മുമ്പോട്ട് പോകുന്തോറും റോമാ ലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വിശുദ്ധീകരണത്തിന്റെ വിവിധമായ ഡയമെൻഷൻസിലൂടെ ഒരു പ്രോഗ്രസ് ഉണ്ട്. റോമാ ലേഖനം പാപികളോടാണ് എഴുതുന്നത്, പാപികളോടാണ് അഡ്രസ് ചെയ്യുന്നത്. ഒരു പാപിയോട് എങ്ങനെ ആ പാപി നീതീകരിക്കപ്പെടും എന്നാണ്. ആദ്യത്തെ 3 അധ്യായങ്ങളിലും പാപമാണ് പരാമർശ വിഷയം. ഒരു പാപി ലോകത്തുള്ള ഏത് മനുഷ്യനും. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലേഖനം എന്ന് പറയുന്ന റോമാലേഖനമാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, അയ്യോ അതെന്താ അങ്ങനെ പറഞ്ഞാൽ, റോമാലേഖനം മനസ്സിലാക്കാൻ എന്ത് പാടാണ്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബുദ്ധിപരമായ സിംപ്ലിസിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ക്രിസ്തുവിൽ ഒരു മനുഷ്യന് വളരാത്ത ഒരു കുഞ്ഞിന് അവൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് റോമാലേഖനം എന്ന് പറയുന്നത്. പാപത്തിൽ നിന്ന് എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സ്നേഹത്തിൽ നീതീകരിക്കുന്നത്, അവന് വെച്ചിരിക്കുന്ന പ്രത്യാശ എന്താണ്. That's an essential gospel explained. What is written in the book of John, we see a further explanation in the epistle to Romans. റോമൻസ് അങ്ങനെയാണ്. കൊരിന്ത് സഭയുടെ ലേഖനം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 1ാമത്തെ ലേഖനം സ്പെസിഫിക്കലി is written to a group of carnal Christians who constitute a church, a child church, or I should say an infant church. പാല് കുടിക്കുന്ന ഒരു സഭയ്ക്കുള്ളതാണ് കൊരിന്ത് ലേഖനം. അത് 3ാം അധ്യായത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് കട്ടിയാഹാരം തരാൻ നിവൃത്തിയില്ല, പാലാണ്, കാരണം നിങ്ങൾ ജഡീകന്മാരാണ്. നിങ്ങളുടെ ഇടയിൽ സ്ട്രൈഫ് ഉണ്ടെങ്കിൽ, അതായത് ആളുകൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടെങ്കിൽ, പരസ്പര പോരുകൾ ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അത് ജഡീകമാണ്. പരസ്പര പോരുകൾ ഉണ്ടെങ്കിൽ അത് ആത്മീകമല്ല, ജഡീകമാണ്. ഓക്കെ, അപ്പോൾ ജഡീകമായ ഒരു സഭ, പാല് കുടിക്കാൻ മാത്രം കഴിയുന്ന ഒരു സഭ, ആ പാല് കുടിക്കാൻ മാത്രം കഴിയുന്ന ഒരു സഭയ്ക്കുള്ളതാണ് ശരിക്കും കൊരിന്ത് ലേഖനം. വളരെ ബേസിക് കാര്യങ്ങളാണ്. വിവാഹം കഴിച്ചാൽ എങ്ങനെയായിരിക്കണം, വിഗ്രഹാർപ്പിതം കഴിക്കാമോ? സോ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി യൂഷ്വലി ആസ്ക് when we come to a church, a new believer, unconverted person coming to a church asking these questions. Okay, അത് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ 2 കൊരിന്ത് ലേഖനം ആകുമ്പോഴേക്കും കുറച്ചുകൂടി ഇന്റൻസ് ആവും. ഗലാത്യ ലേഖനം വരുമ്പോൾ ഇറ്റ്സ് എ സമ്മറി ഓഫ് വാട്ട് വി ലേൺഡ് ഇൻ the book of Romans. അപ്പൊ ആ ഗലാത്യർ വരെ we see essential primary foundations. അതായത് എന്താണ് അടിസ്ഥാന വേദോപദേശം എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് that everyone should know. ബട്ട് എഫേസ്യറിന്റെ പകുതി മുതൽ, എഫേസ്യർ 3:15 മുതൽ യൂദായുടെ ലേഖനം വരെ ബാക്കി മുഴുവൻ ലേഖനങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാപിയുടെ നീതീകരണത്തിലല്ല, നീതീകരിക്കപ്പെടുന്നവരുടെ വിശുദ്ധീകരണത്തിലാണ്. The focus changes from justification to sanctification. ആ വിശുദ്ധീകരണത്തിന്റെ ക്രമാനുഗതമായ വളർച്ചയാണ് നമ്മൾ കാണുന്നത്.
ഓരോ ലേഖനങ്ങളിലൂടെ പോകുമ്പോൾ അതിന് ഏറ്റവും എപ്പിറ്റം ആയിട്ട് നമ്മൾ കാണുന്നത് യോഹന്നാന്റെ ലേഖനമാണ്. യോഹന്നാന്റെ ലേഖനമാണ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ റിസൾട്ട് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിന്റെ ഫലം, സ്നേഹം. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വസിക്കുന്ന, ക്രിസ്തുവിന്റെ ക്യാരക്ടറിന്റെ ആ സ്വഭാവത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് നമ്മൾ ചെന്നിട്ട് ആ സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ വിഷനാകുന്ന പ്രധാന ഇൻഗ്രീഡിയന്റ് ആകുന്ന ആ ഒരു ഭാഗമാണ് യോഹന്നാൻ പറയുന്നത്. ദാറ്റ്സ് എ ക്ലൈമാക്സ് ഓഫ് അവർ സാങ്ക്ടിഫിക്കേഷൻ. വി ആർ സാങ്ക്ടിഫൈഡ് ഇൻ ലവ്. ആൻഡ് ദെൻ ഫൈനലി ജൂഡ് സേസ്, ജൂഡ് ശരിക്കും ഒരു ഒന്നാമത്തെ കൺക്ലൂഷനാണ് നമ്മുടെ ക്രിസ്ത്യൻ യാത്രയ്ക്ക് നൽകുന്നത്. അവസാനത്തെ 2 വാക്യങ്ങൾ നമ്മെ അവന്റെ മുമ്പിൽ നിർത്താൻ തേജസ്സോടെ ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നു. സോ വി ഹാവ് എ റേസ് ദാറ്റ്സ് ഇമ്പോസിബിൾ ഫോർ മാൻ ബട്ട് പോസിബിൾ ഫോർ ഗോഡ്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? നിങ്ങളെ അവന്റെ മുമ്പിൽ, തേജസ്സിന് മുൻപിൽ നിങ്ങളെ നിർത്തും. തേജസ്സിന് മുമ്പിൽ നിങ്ങളെ നിർത്തുന്ന ആ ഒരു ഉന്നതമായ യാത്രയിലേക്കാണ് നമ്മുടെ ലേഖനങ്ങൾ മുഴുവൻ നമ്മൾ നടത്തുന്നത്. സോ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ഫോംസ് എ വേ ഓഫ് ഫൗണ്ടേഷൻസ്. അത് അടിസ്ഥാനം ഇടുന്നത് ആ വീണ്ടും ജനിക്കുന്ന പ്രോസസ്സിനാണ്. അതിന്റെ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ റോമാലേഖനത്തിൽ കാണുന്നത്. സോ ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്. ഇത് പുതിയ നിയമ സഭകൾ വളരെ ആഴമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ലേൺ ത്രൂ ദ എപ്പിസിൽസ് ആൻഡ് ലേൺ ത്രൂ ദ അപ്പോസിൽസ്, because we are all built on apostolic foundations. അപ്പൊ അപ്പോസ്തലന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. So that's why John's Gospel and John's epistles has formed the beginning and end of our Christian journey. Okay, ബാക്കിയുള്ള ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് മാറ്റി വെച്ചാൽ നമുക്ക് നേരെ നോക്കിയാൽ ലൂക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് ആക്സ് നമുക്കറിയാം. ന്യൂ ടെസ്റ്റമെന്റ് ബുക്സ് എല്ലാം ഒരു പാറ്റേൺ ആണ് ടു ഗിവ് us ലൈഫ്. First you understand about Christ and then receive life from him and live a life of sanctification, and the book of Revelation you get into the glory of the Lord. So if you are following the apostolic writings systematically from the Gospel according to John through to Jude, your spiritual journey is covered in these works. Okay, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന 1-2 പ്രധാനപ്പെട്ട തിയോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ വി വിൽ ഗോ ടു ലൈഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ നിക്കോദമോസിനോട് കർത്താവ് സംസാരിക്കുന്നിടത്തുള്ള തിയോളജിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് ആദ്യം വരാം. വിൽ ടേക്ക് only 5 to 10 minutes to cover the theological part, because അത് it's not very important for who are already in faith. ഓക്കെ, ഇത് മറ്റുള്ളവരുടെ റിപ്ലൈ പറയാനാണ് നമുക്ക് തിയോളജിക്കൽ ആർഗ്യുമെന്റ്സിനുള്ള റിപ്ലൈ ഒക്കെ നമുക്ക് കൂടുതൽ ആവശ്യം വരും. വി ഡോണ്ട് നീഡ് ദാറ്റ് ഫോർ അവർ ഡെയിലി ലിവിങ്. ഓക്കെ, most of these arguments we don't need. ഓക്കെ, 3-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു. 10-ാം വാക്യം, യേശുവിനോട് ഉത്തരം പറഞ്ഞു, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് നീ ഇത് അറിയുന്നില്ല. അപ്പൊ ജീസസ് വാസ് കണക്ടിങ് ഹിം ടു ദ ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസ്. അത് നമ്മൾ കണ്ടു ഇന്നലെ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നമ്മളത് വായിച്ചു. വെള്ളം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അവിടെ കണ്ടു. ഇറ്റ്സ് എ ഡിവൈൻ ആക്ഷൻ. Unlike baptism is our initiative. നമ്മളാണ് ബാപ്റ്റിസം എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു ചർച്ചും നിങ്ങളെ നിർബന്ധിക്കില്ല ബാപ്റ്റിസം എടുക്കാൻ. ഒരു ജെനുവിൻ ചർച്ചും നിർബന്ധിക്കില്ല. It's your initiative. You have to tell, I want baptism. Just like that eunuch said to Philip. അതുപോലെ ഓരോ സ്ഥലത്തും നമ്മുടെ ഇനിഷ്യേറ്റീവ് ആണ് സ്നാനം. No one compels you to take baptism. That's not God's work. That's man's work. ദൈവത്തിന്റെ പണി അല്ലെന്ന് പറയാൻ പറ്റില്ല. ദൈവമാണ് പണിയുന്നത് നമ്മളിൽ. പക്ഷെ ഇനിഷ്യേറ്റീവ്, വിസിബിൾ ഇനിഷ്യേറ്റീവ് മനുഷ്യന്റെയാണ്. എന്നാൽ ക്ലെൻസിങ് വർക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്നതല്ല. ക്ലെൻസിങ് വർക്ക് thoroughly it's done by God. And sprinkling of clean water is a process that the Lord does on us. അത് കർത്താവ് നമ്മളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മളെ ശുദ്ധീകരിക്കുന്ന അവന്റെ നിയമരക്തം, അവന്റെ ക്രൂശ് മരണത്തോടെ നമ്മിൽ പകർത്തപ്പെടുന്ന, തളിക്കപ്പെടുന്ന, നമ്മെ ശുദ്ധീകരിക്കുന്ന അവന്റെ നിയമരക്തം, നമുക്കായി ചൊരിഞ്ഞ കുഞ്ഞാടിന്റെ രക്തം, സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന, ക്ലീൻ ചെയ്യുന്ന, ക്ലെൻസ് ചെയ്യുന്ന കുഞ്ഞാടിന്റെ രക്തം. ദാറ്റ്സ് ആൻ ഇനിഷ്യേറ്റീവ് ബൈ ഗോഡ്. And God cleanses us, and only God could have cleansed us. And we could not have cleansed ourselves. We could not save ourselves because we are incapable of saving ourselves. നമുക്ക് സ്വയം രക്ഷിക്കാൻ കഴിവുള്ളവരല്ല, കർത്താവാണ് നമ്മളെ രക്ഷിക്കുന്നത്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഇറ്റ്സ് ഹിസ് ഇനിഷ്യേറ്റീവ്. ആൻഡ് വി ഗെറ്റ് ലൈഫ് ഫ്രം ഹിം. അവനിൽ നിന്നാണ് നമ്മൾ ജീവൻ പ്രാപിക്കുന്നത്.
അടുത്ത വാക്യം കർത്താവ് പറയാണ്, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അപ്പൊ ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ദാറ്റ് മീൻസ് വാട്ട് ജോൺ വാസ് ടെല്ലിംഗ് ദം വാസ് നോട്ട് സംതിങ് ഫ്രം ഹെവൻ. മനുഷ്യന്റെ ഇനിഷ്യേറ്റീവിനെ കുറിച്ചാണ് യോഹന്നാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കർത്താവ് പറയാണ്, ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് നിങ്ങൾ ദൈവികമായ കാര്യങ്ങൾ, സ്വർഗത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഫസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ തിങ്സ് സ്റ്റാൻഡ് ഇൻ എർത്ത്. ഭൂമിയിൽ നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ അറിയണ്ടേ? നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യം അറിയണ്ടേ? ഡോണ്ട് യു നീഡ് ടു നോ ദ സിൻഫുൾനെസ് ദാറ്റ്സ് ഹാമ്പറിങ് യു? നിങ്ങളെ തകർക്കുന്ന, പുറകോട്ട് വലിക്കുന്ന ആ പാപാവസ്ഥയെ കുറിച്ച് അറിയണ്ടേ? നിങ്ങൾ കണ്ടം ചെയ്യപ്പെട്ടിരിക്കുന്ന കാണണ്ടേ? നിയമത്താൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ കാണണ്ടേ? നിങ്ങൾ എന്തുകൊണ്ടാണ് യോഹന്നാന്റെ അടുത്തോട്ട് പോകാഞ്ഞത്? കാരണം അവിടെ ഈ ഭൂമിയിലെ അവസ്ഥയാണ് യോഹന്നാൻ പറയുന്നത്. ഭൂമിയിലെ അവസ്ഥ, നാശം വരാൻ പോകുന്നു, വരുവാനുള്ള കോപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ഓടുവാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നതാണ് എന്നാണ്. അപ്പോ മാൻസ് ഇനിഷ്യേറ്റീവ്, ജോൺ ഈസ് പുഷിംഗ് ടുവേർഡ്സ് എ മാൻസ് ഇനിഷ്യേറ്റീവ് ആസ് റിപ്പന്റൻസ്. മാനസാന്തരത്തിലേക്ക് ആണ് യോഹന്നാൻ വിളിക്കുന്നത്. ദൈവം അതിനെ നിരാകരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ കർത്താവ് ചോദിക്കുകയാണ്, ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങളുടെ പാപത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ല, വീണ്ടും ഒന്നുകൂടെ ജനിക്കാതെ ശരിയാകാത്ത. ഇപ്പൊ നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിച്ചു, അത് കേടായി കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും നന്നാക്കി എടുത്തേക്കാം. ദെൻ യു ടേക്ക് ദാറ്റ് ടു എ സർവീസ് സെന്റർ ആൻഡ് ദ സർവീസ് സെന്റർ ഗൈ ടെൽസ് യു ഇത് നന്നാക്കാൻ പറ്റില്ല, ഇത് പോയതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വിചാരിക്കോ, ഓ എങ്ങനെയാലും നന്നാക്കിയേ പറ്റുള്ളൂ. നന്നാക്കാൻ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് വേറൊന്ന് വാങ്ങിക്കും. ദാറ്റ്സ് ദ പ്രോസസ്. നമ്മളെ നന്നാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷൻ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഡെസ്പറേഷൻ ഉണ്ടാവും. അയ്യോ കർത്താവേ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എന്റെ ഫ്ലഷിന്മേലുള്ള എന്റെ ഡിപ്പെൻഡൻസ് തകർന്നു പോകുന്ന, ആശ്രയം തകർന്നു പോകുന്നു. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചേ, വിചാരിച്ചാലും നന്നാകാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു സീനുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ദൈവത്തിന് മുമ്പിലുള്ള ക്രൈസിസ് പോയിന്റ് എന്ന് പറയുന്നത്. എവറി സെയിം ഷുഡ് ഫേസ് ദാറ്റ് ക്രൈസിസ് പോയിന്റ്. ആ ക്രൈസിസ് പോയിന്റിലേക്ക് ഓരോ മനുഷ്യനും വന്നേ പറ്റൂ. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ ഒരു ചെറിയ തലവേദന എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വയറുവേദന എന്ന് പറഞ്ഞായിരിക്കും ഡോക്ടറെ കാണുന്നത്. ഡോക്ടറെ കണ്ടിട്ട് നോക്കുമ്പോൾ ഡോക്ടർ പറയും, ചില ഡോക്ടർമാർ പറയും, ഇത്തിരി സീരിയസ് ആണെന്ന് തോന്നുന്നു, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ടെസ്റ്റ് ചെയ്തിട്ട് പറയും, അത് ട്രീറ്റ്മെന്റ് ചെയ്യാം, സാരമില്ല. വേറെ ചിലര് തുറന്നടിച്ച് പറയും, ട്രീറ്റ്മെന്റ് ചെയ്യാം, പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, 2-3 മാസത്തിനുള്ളിൽ ആള് പോക്കാം. തുറന്നു പറയുന്നതാണ്. അപ്പൊ നമുക്ക് തോന്നുന്നൊരു നിസ്സഹായാവസ്ഥയുണ്ട്. ട്രീറ്റ്മെന്റ് ഒന്നും നടക്കൂല അല്ലേ ഡോക്ടറെ, ഒരു രക്ഷയില്ലേ ഡോക്ടറെ? അപ്പൊ വി ഫീൽ എ ഹെൽപ്ലെസ്. ശാരീരികമായിട്ട് നമ്മൾ ഹെൽപ്ലെസ് ആയി, നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ഇനി ദൈവത്തിന്റെ അടുത്തേക്ക് തിരിയാ. കർത്താവ് എന്നെ സൗഖ്യമാക്കണം, ദൈവത്തിന്റെ അടുത്തേക്ക് തിരിയാ. അതുപോലെ നമ്മൾ നമ്മുടെ പാപത്തിൽ നിന്ന് നിസ്സഹായാവസ്ഥയിൽ, നമുക്ക് സ്വയം നന്നാകാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയിൽ, when we are condemned by the law, നിയമത്താൽ കണ്ടം ചെയ്യപ്പെട്ടിട്ട് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്, കർത്താവെ ഇനി നീ രക്ഷിച്ചാലല്ലാതെ എനിക്ക് നിവൃത്തിയില്ല എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഏങ്ങലുണ്ട്. അതാണ് യോഹന്നാൻ നിർബന്ധിക്കുന്നത്. ബി ബ്രോക്കൺ ബൈ ദ ലോ ആൻഡ് റിപ്പന്റ്. കാരണം നിങ്ങൾ ഇന്ന് വരെ വിചാരിക്കാത്ത ഒരു ഭരണം വരാൻ പോവുകയാണ്. അത് ലോകത്തിൽ വരുന്ന കാര്യമല്ല, അത് നമ്മിൽ വരുന്ന കാര്യമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ, ദൈവത്തിന്റെ കീഴിൽ നിങ്ങൾ കാറ്റിനെ പോലെ ഓടി നടക്കേണ്ടവരായതിനാൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തകർന്ന് കർത്താവിനോട് നിലവിളിക്ക്, ക്രൈ ഔട്ട് ടു ദ ലോർഡ്. വരുവാനുള്ള കോപത്തിൽ നിങ്ങൾ ഓടി രക്ഷപ്പെട് എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഭൂമിയിലെ അവസ്ഥ ഇത് നശിക്കാൻ പോവാണ്. ഇവിടെ നിങ്ങൾ രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകാതെ സ്വർഗത്തിലുള്ളത്, ദൈവരാജ്യത്തിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഇപ്പൊ ഞാൻ ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ മാനസാന്തരപ്പെടാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവരാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഈ കാറ്റ് പോലെ അടിക്കുന്ന എന്താന്ന് എനിക്ക് ഈ അടുത്ത കാലം വരെ അറിയില്ലായിരുന്നു. So when we repent more and more, when we understand our limitation more and more, the scripture becomes clearer and clearer to us. അപ്പം ആ മാനസാന്തരത്തിലൂടെയും ബ്രോക്കൺനെസ്സിലൂടെയും പോകാതെ നമുക്ക് വചനത്തിന്റെ വെളിപ്പാടുകൾ മനസ്സിലാവുകയില്ല, സ്വർഗത്തിലുള്ളത് മനസ്സിലാവില്ല. ഭൂമിയിൽ നമ്മൾ എന്താണ് തടസ്സപ്പെടുത്തുന്നത് മനസ്സിലാകാതെ സ്വർഗത്തിലുള്ളത് ഗ്രഹിക്കാൻ കഴിയില്ല. അതാണ് കർത്താവ് പറയുന്നത്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ യു ആർ നൗ ആൻഡ് ഫീൽ ദാറ്റ് റിപ്പന്റൻസ് ആൻഡ് ഹെൽപ്ലെസ്നെസ്. ഈ ഹെൽപ്ലെസ്നെസ് വരുത്താൻ ആത്മാവ് വരണമെന്നില്ല കേട്ടോ, ആത്മാവ് വരണമെന്നില്ല. ആത്മാവ് വരുന്നതിന് മുമ്പ് വരുന്ന ഒരു കാര്യമാണ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്.
അത് വരുത്തുന്നത് ലോയാണ്, നിയമമാണ്. ദൈവത്തിന്റെ നിയമത്താലാണ് നമുക്ക് ശരിക്കും ബ്രോക്കൺനെസ് ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ നിയമത്താലാണ്. ആത്മാവ് ഉള്ളിൽ വസിച്ചിട്ടല്ല, വരണമെന്ന് നിർബന്ധമില്ല. അതിനു മുൻപ് തന്നെ നമുക്ക് ദൈവത്തിന്റെ ഒരു വെളിപ്പാടിനാൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇന്റർഫിയറൻസിനാൽ നമുക്ക് ഒരു ബ്രോക്കൺനെസ് ഉണ്ടാകാം, ഒരു ഹെൽപ്ലെസ്നെസ് ഉണ്ടാകാം. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ യേശുക്രിസ്തുവിന്റെ ജീവനിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടാകുന്ന ബ്രോക്കൺനെസ്സിനെ കുറിച്ച് ഏറ്റവും നല്ല എക്സാമ്പിൾ യെശയ്യാവാണ്. യെശയ്യാവിന്റെ ലൈഫിൽ നമ്മൾ കാണുമ്പോൾ ആദ്യത്തെ 5 അധ്യായങ്ങളിൽ യെശയ്യാവല്ല, 6-ാം അധ്യായം മുതലുള്ള യെശയ്യാവ്. എന്താ വ്യത്യാസം എന്നറിയോ? 5 അധ്യായങ്ങളിലുള്ള യെശയ്യാവിന് നമ്മളെ പാസ്റ്റർമാരെ പോലെയാണ്. ഇന്നൊരു പാസ്റ്റർ സ്റ്റേജിലോട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആള് നല്ല മനുഷ്യൻ, നീതിമാൻ, അല്ലെ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? ഞങ്ങളൊക്കെ ഇനി നന്നാകാനുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഈ സ്റ്റേജിൽ നിൽക്കുന്നയാള് ഞങ്ങൾക്ക് നന്നാകാനുള്ള വഴിയായിട്ട് വരികയാണ്. അപ്പൊ സൊല്യൂഷൻസ് എല്ലാം ആരുടെ കയ്യിലുണ്ട്? ഈ സ്റ്റേജിൽ നിന്ന് എനിക്കിന്ന് കിട്ടും. അപ്പൊ ഈ മനുഷ്യന്റെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ട്. ഒരുപക്ഷെ കേൾക്കുന്ന ആൾക്കാർ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും ഈ നിൽക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും അതാണ് ചിന്ത. ഈ സഭ അങ്ങ് നന്നാകുന്നില്ല, ഞാൻ ഇന്ന് ഈ വിഷയത്തെ കുറിച്ച് അങ്ങ് പറയാൻ പോവാം, അവരെല്ലാം ഇന്ന് നന്നാകട്ടെ എന്ന് പറയാൻ അർത്ഥം ആര് നന്നാക്കുന്ന? ഞാൻ നന്നാക്കുന്നു. ഇങ്ങനെയാണ് യെശയ്യാവ് ആദ്യത്തെ 5 അധ്യായങ്ങളിൽ നന്നാക്കിക്കൊണ്ടിരുന്നത്. 6-ാം അധ്യായത്തിൽ യെശയ്യാവ് കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുന്നു, അല്ലെ? യേശുവിനല്ലേ കാണുന്നത്? യേശുവിനെ കാണുന്നത്. യോഹന്നാൻ പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്, യെശയ്യാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സാക്ഷിച്ചുകൊണ്ടാവും ഇങ്ങനെ പറഞ്ഞത്. യെശയ്യാവ് കണ്ട 2 തേജസ്സുകളെ കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. നമുക്ക് അത് പിന്നീട് അങ്ങോട്ട് വരാം. ഒരു തേജസ് 6-ാം അധ്യായത്തിലെയും വേറൊരു തേജസ് 53-ാം അധ്യായത്തിലെയാണ്. ഈ 2 തേജസ്സിനെ ഒന്നിച്ചാണ് യോഹന്നാൻ 12-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം മുതൽ കോട്ട് ചെയ്യുന്നത്. ഈ 2 തേജസ്സിനെ ഒന്നിച്ച് കോട്ട് ചെയ്തിട്ട് പറയാണ് യെശയ്യാവ് അവന്റെ തേജസ് കണ്ടിട്ട് അവനെ കുറിച്ച് സാക്ഷിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന്. അപ്പം അവിടെ ഒരു വലിയ കാഴ്ചയുണ്ട്. ആ കാഴ്ചയിലേക്ക് നമുക്ക് വരാം. യെശയ്യാവ് കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവനൊരു വലിയ പ്രോബ്ലം ഉണ്ടാകും. അവിടെ ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതന്മാർ ദൈവത്തിന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ, ദൈവത്തോടൊന്നും പറയാൻ പറ്റാതെ, നിലത്ത് നിൽക്കാൻ പറ്റാതെ, മുഖം കാണിക്കാൻ പറ്റാതെ, കാല് കാണിക്കാൻ പറ്റാതെ നിസ്സഹായരായി ദൈവത്തിന്റെ പരിശുദ്ധരുടെ മുമ്പിൽ തകർന്ന് തരിപ്പണമായി ഒരു ദൂതൻ വേറൊരു ദൂതനോട് പറയുവാ, ദൈവത്തോടല്ല ഒരുത്തൻ വേറൊരുത്തനോട് പറയാണ്. എന്താ പറയുന്നത്? അങ്ങോട്ട് നോക്കല്ലേ, കാല് കാണിക്കല്ലേ, അയ്യോ സൂക്ഷിക്കണേ, നോക്കല്ലേ, അവനോടൊന്നും പറയല്ലേ, അവൻ പരിശുദ്ധൻ 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 എന്നും പറഞ്ഞ് ദൂതന്മാർ, ഒരു തെറ്റും ചെയ്യാത്ത ദൂതന്മാർ ആർത്ത് വിളിച്ച് അവരുടെ ആ ചിലമ്പുന്ന ശബ്ദം, ആലയം മുഴുവൻ നിറഞ്ഞ ഭയത്തിന്റെ ശബ്ദം ആലയം മുഴുവൻ നിറഞ്ഞപ്പം യെശയ്യാവ് വിചാരിക്കുകയാണ്, എന്റെ ദൈവമേ, പാപിയായ ഞാൻ ഇവിടെ വന്ന് നിന്നല്ലോ, ഈ ദൂതന്മാർക്ക് പോലും നേരെ നോക്കാൻ പറ്റാത്ത കർത്താവിനെ ഞാൻ കണ്ടുപോയല്ലോ, എന്നിട്ട് ഞാൻ ഇവരെല്ലാം ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഞാൻ എന്ത് ബോഷനാണ്. യെശയ്യാവ് പെട്ടെന്ന് നിലവിളിക്കുകയാണ്, കർത്താവേ, ഞാൻ നശിച്ചു, ഞാൻ നിന്നെ കണ്ടുപോയി. എന്നിട്ട് പറയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ പറഞ്ഞ ഒന്നും കറക്റ്റ് അല്ല, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നു. അപ്പൊ യേശുവിന്റെ വലിയൊരു തേജസ്സാണ് അവിടെ അവൻ കാണുന്നത്. ആ തേജസ് എന്ത് തേജസ്സാണ്? കർത്താവിന് പിതാവിന്റെ അടുക്കൽ എന്നേക്കും ഉണ്ടായിരുന്ന ആ തേജസ്സാണ്. അതാ കാണുന്നത്. ആ തേജസ്സോടെ കർത്താവ് ഇവിടെ വന്ന് താമസിച്ചിരുന്നെങ്കിൽ ഒരു മനുഷ്യനും അവന്റെ അടുത്ത് ഇല്ലായിരുന്നു. എല്ലാം ബോധം കിട്ടു വീണൻ എവിടെ ഇല്ല. ഒരുത്തനും കർത്താവിന് മുമ്പ് നിൽക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പം എങ്ങനെയാ വന്നെന്നറിയോ? കണ്ട ഒരാളല്ലെന്ന് തോന്നുമ്പോൾ തകർക്കപ്പെട്ടവനായിട്ട് വന്നു. 53-ാം അധ്യായത്തിൽ ഈ 2 വാക്യങ്ങൾ നമ്മൾ യോഹന്നാൻ 12 നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ആദ്യം പറയാണ്, ഞങ്ങളുടെ റിപ്പോർട്ട് ആര് വിശ്വസിക്കും? ഞങ്ങൾ പറയുന്നത് ആർ കേൾക്കും? ആര് വിശ്വസിക്കും എന്ന് ചോദിക്കും ആദ്യം. ഓക്കെ, അത് 53-ാം അധ്യായത്തെ കുറിച്ചാണ്. അത് കഴിഞ്ഞ് പറയുന്നത് അതിന്റെ കാരണം യെശയ്യാവ് എന്താ പറയുന്നറിയോ? ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി അവരുടെ ഹൃദയത്തെ തടിപ്പിക്കും. ഇത് 6-ാം അധ്യായമാണ്. അപ്പൊ എന്തുകൊണ്ട് അവർ വിശ്വസിക്കാത്തത്? അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതിന്റെ കാരണം ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു. എന്താ ഈ കണ്ണ് കുരുടാക്കി കളഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ഈ നമ്മൾ വിചാരിക്കും, കർത്താവ് കണ്ണ് കുരുടാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ കാണാൻ പറ്റത്തില്ല, അപ്പൊ പിന്നെ ആരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പോ നേരം എടുത്ത് 8 മണിയായി. വിശ്വസിച്ചോ നിങ്ങള്? വിശ്വസിച്ചില്ല അല്ലെ? വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിനെയാണ് നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അൺബിലീവബിൾ. അപ്പൊ കണ്ണ് ഫ്യൂസ് ആയിപ്പോയി എന്ന് പറയത്തില്ല നമ്മൾ, ചിലപ്പോ ബ്ലൈൻഡ് ആയിപ്പോയിന്ന്, ഓവർ ലൈറ്റിനാൽ ബ്ലൈൻഡ് ആയിപ്പോയി. അപ്പം
അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇവരുടെ കണ്ണ് കുരുടായി ഹൃദയം തടിച്ചു പോയത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് ദൂതന്മാർ പോലും നോക്കാൻ ഭയപ്പെട്ടിരുന്ന കർത്താവ് ഈ ലോകത്ത് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് തകർക്കപ്പെട്ട് ഇതിലെ അലഞ്ഞു തിരിഞ്ഞ് വേർത്ത് രക്തം വിയർപ്പാക്കി ദാഹിച്ചു വിശന്ന് പാപിയായ ചേസിനെ അന്വേഷിച്ചുകൊണ്ട് ഇതിലെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടന്നത് യെശയ്യാവ് കണ്ടു എന്ന് പറഞ്ഞാൽ യെശയ്യാവ് ചോദിക്കും, ഇത് ആര് വിശ്വസിക്കും? സർവ്വ ലോകത്തിന് ഉടയവനായവൻ, സൃഷ്ടിതാവായവൻ ഇങ്ങനെ ഒരു ദാസരൂപമെടുത്ത് നമുക്ക് വേണ്ടി തകർക്കപ്പെടാനും നിലവിളിച്ച് കരഞ്ഞ് വേദന അനുഭവിച്ച് സഫർ ചെയ്ത് മരിക്കുന്നത് കണ്ടെന്നു ഞാൻ ആ വിഷനും കൂടെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കും? ഹൂ വിൽ ബിലീവ് മൈ റിപ്പോർട്ട് എന്ന് ചോദിച്ചിട്ട് പറയാൻ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ഹൃദയം തന്നെ തടിച്ചു പോകുന്ന രീതിയിൽ, അതായത് അൺബിലീവബിൾ ആയിട്ടുള്ള റിപ്പോർട്ടാണ് ശരിക്കും അവിടെ വരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് യെശയ്യാവിന് യേശുവിനെ കാണാൻ പറ്റിയത്. അതിനുശേഷം യെശയ്യാവിന്റെ പ്രവചനങ്ങളിലെല്ലാം കർത്താവുണ്ട്. 7-ാം അധ്യായത്തിലാണ് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും ആദ്യം ഉള്ള പ്രൊഫസി, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രൊഫസി വരുന്നത്. അവന്റെ അധരം ശുദ്ധമാകുന്നവരെ അത് നടന്നില്ല. 9-ാം വാക്യത്തിൽ നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ വന്ന് 52 53 ആകുമ്പോഴേക്കും യേശു ക്രിസ്തുവിന്റെ ഫുൾ റെവലേഷൻ യെശയ്യാവിന് ലഭിക്കുന്നത് ഒരു തകർക്കപ്പെട്ട ഹൃദയത്തിലൂടെയാണ്. ആൻഡ് ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ബ്രോക്കൺ ഹാർട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ലോർഡ്സ് ലൈഫ്. യേശുവിന്റെ ജീവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് തകർന്നതും നുറുങ്ങിയതുമായ ഹെൽപ്ലെസ് ആയ ഒരു ലൈഫ് ആവശ്യമാണ്. ഇത് പറയുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതൊക്കെ നടക്കുവോ? അതാണ് നിക്കോദെമോസ് ഉടനെ ചോദിക്കുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? കാറ്റ് പോലുള്ള ലൈഫ് അങ്ങനെ ഉണ്ടാവുമോ? കർത്താവ് പറയാണ്, നിനക്കിതൊന്നും അറിയാൻ മേലെ, കർത്താവ് ഇത് ചെയ്യും, മനുഷ്യരാൽ അത് അസാധ്യമാണ്. എന്നാൽ when the Lord sprinkles clean water on you, you shall be clean. And when the Spirit is given to you, supplied to you, your heart will be renewed, and the old stony heart will be taken away from you, and a new soft fleshy heart will be supplied to you. അത് ദൈവം ചെയ്യുന്ന രക്ഷാകര പ്രവൃത്തിയായിട്ടാണ് ഇവിടെ എസെക്കിയേൽ പറയുന്നത്. അത് തന്നെയാണ് യേശു ക്രിസ്തു നിക്കോദെമോസിനോട് പറയുന്നത്. അവരുടെ തുടർന്നുള്ള കോൺവെർസേഷൻ നമ്മൾ കാണുന്നു. ഒരു തിയോളജിക്കൽ പ്രോബ്ലം അവിടെയുണ്ട്, ആളുകൾ ഉന്നയിക്കാറുണ്ട്. നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്ത വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ, കണ്ടോ, അറ്റ് ദ സെയിം ടൈം ഇറ്റേണൽ ഗോഡ് ആൻഡ് പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്. ഒരേ സമയത്ത് തന്നെ കർത്താവ് രണ്ടുമാണ്. സ്വർഗത്തിൽ ഇരിക്കുന്ന, അതായത് യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, പുത്രൻ തമ്പുരാൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരിക്കലും അവന്റെ ദൈവത്വത്തെ ഉപേക്ഷിക്കുന്നില്ല. അവന്റെ സർവജ്ഞാനത്തെയോ അവന്റെ അധികാരങ്ങളെയോ അവന്റെ നിത്യതയെയോ അവൻ ഉപേക്ഷിക്കുന്നില്ല. അവൻ ഭൂമിയിൽ വരുമ്പോഴും അവൻ സ്വർഗീയൻ തന്നെയാണ്. അവൻ ഒരു മനുഷ്യ രൂപത്തിലേക്ക് അവൻ ഒതുക്കി. ദാറ്റ്സ് റൈറ്റ്. ബട്ട് അതേ സമയത്ത് തന്നെ മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഹി ഈസ് പെർഫെക്റ്റ് ഗോഡ് ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ വസിക്കുന്നവനും ഇവിടെ ഇറങ്ങി വന്നവനുമായ കർത്താവ് എന്ന പ്രയോഗം. സോ അറ്റ് ദ സെയിം ടൈം ഗോഡ് ആൻഡ് മാൻ, അവനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ ഹാനോക്ക്, കർത്താവ് എന്താ പറയുന്നത്? വേറെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. പക്ഷെ നമ്മൾ രണ്ടുപേര്, പക്ഷെ അവർ സ്വർഗത്തിൽ പിതാവിന്റെ അടുത്തിരിക്കുന്ന അർത്ഥമില്ല. അവർ ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടു, ആകാശത്തിലേക്ക് പോയി. പക്ഷെ അത് ഒരുപക്ഷെ നീതിമാന്മാരുടെ പർദീസയിലേക്കായിരിക്കാം അന്ന് പോയത് എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വാക്ക് നോക്കിയേ. ഇത് നമുക്ക് സുവിശേഷീകരണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അടുത്ത വാക്യം, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കണ്ടോ, യേശുക്രിസ്തുവിനെ എങ്ങനെ ഉയർത്തി? ഒരു പിച്ചള സർപ്പത്തെ പോലെ ഉയർത്തി. ഈ പിച്ചള സർപ്പത്തെ പോലെ ഉയർത്തി എന്ന് പറയുമ്പോൾ ഈ ഏത് കോണ്ടെക്സ്റ്റിലാണ് മോശെ പിച്ചള സർപ്പത്തെ ഉയർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? അറിയാമല്ലോ, അഗ്നിസർപ്പങ്ങളാൽ ജനങ്ങൾ മരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അല്ലെ? അഗ്നിസർപ്പവും പിച്ചള സർപ്പവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസം? നിങ്ങൾ പറയാറ് അഗ്നിസർപ്പത്തിന് ജീവനുണ്ട്, പിച്ചള സർപ്പത്തിന് ജീവനില്ല. ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. പക്ഷെ അത് കാണുമ്പം എന്ത് വ്യത്യാസം നമുക്കുള്ളത്?
അഗ്നിസർപ്പത്തിന് വിഷമുണ്ട് അല്ലെ? കണ്ട ഒരുപോലെ ഇരിക്കും, ഗോൾഡൻ ഫ്ലെയിം പോലെ ഇരിക്കും. അഗ്നിസർപ്പത്തിന് വിഷമുണ്ട്, എന്നാൽ പിച്ചള സർപ്പത്തിന് വിഷമില്ല. ദാറ്റ്സ് എ ഡിഫറൻസ്. എന്നാൽ ഇത് കണ്ടാൽ ഒരുപോലെ ഇരിക്കും. അതിനർത്ഥം യേശുക്രിസ്തു കണ്ടാൽ വിഷം ജന്തുക്കളായ നമ്മളെപ്പോലെ ഇരിക്കും, പക്ഷെ അവനിൽ വിഷമില്ല എന്ന് പറഞ്ഞാൽ there is no sin in him. എന്നാൽ നമ്മളെപ്പോലെ തന്നെയാണ് കർത്താവ് ഇരിക്കുന്നത്, but there is no sin in him. അപ്പൊ അവനെയാണ് ഉയർത്തിയിരിക്കുന്നത്. സകല മനുഷ്യരുടെ രക്ഷയ്ക്കായി പാപമില്ലാത്ത മനുഷ്യപുത്രനെ ഉയർത്തിയിരിക്കുന്നു. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഇതോടുകൂടി തീർന്നു എന്നാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഇനി ലോകത്തിൽ മതത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടില്ല? സകല മനുഷ്യരെയും വിശ്വാസത്താൽ നീതീകരിക്കാൻ തക്കവണ്ണം പിച്ചള സർപ്പത്തെ മോശ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ മെശിഹാ തമ്പുരാനെ പിതാവ് മരുഭൂമിയിൽ സകല മനുഷ്യരും കാണുക ഉയർത്തി. Anyone can come to him without their religion. മതമില്ലാതെ, മതത്തിന്റെ ചൂഷണമില്ലാതെ, പുരോഹിത വർഗത്തിന്റെ ചൂഷണമില്ലാതെ ഡയറക്റ്റ് കർത്താവിൽ എന്ന പിച്ചള സർപ്പത്തിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ ഉള്ള ആ ഒരു അവകാശത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത്. എല്ലാ മതങ്ങളെയും കുഴപ്പിക്കുന്നതും നശിപ്പിക്കുന്നതും പുരോഹിത വർഗമാണ്. പുരോഹിത വർഗത്തിന്റെ കുഴപ്പം എന്ന് പറയുന്നത് അവർ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മീഡിയേറ്റേഴ്സ് ആയിട്ടാണ് അവതരിക്കുന്നത്. അങ്ങനെ ഒരു മീഡിയേറ്റർ നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ഇൻ പെറിൽ. ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ മീഡിയേറ്റേഴ്സ് ഉണ്ടോ? നമ്മൾ ഈ കാത്തലിക്സിനോട് യാക്കോബൈറ്റ്സിനോടൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് മധ്യസ്ഥന്മാരില്ല, ഞങ്ങൾക്ക് യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. വിശ്വസിക്കുന്നു? ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? എന്നാ ഇല്ല, നമുക്ക് ഒത്തിരി മധ്യസ്ഥന്മാരുണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു മധ്യസ്ഥന്റെ എക്സാമ്പിൾ പറയാം. ഇവിടെ പാസ്റ്റർമാർ ഒത്തിരി പേരുണ്ട്, എങ്കിലും ഞാനങ്ങ് പറയുക. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ചാലാണോ ദൈവം കേൾക്കുന്നത്, അതോ നിങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നത്? കുറച്ചുകൂടി ഒരു ബലം ആര് പ്രാർത്ഥിക്കുമ്പോഴേ? നിങ്ങളൊരു വീട് വെച്ച് വീട്ടിൽ മാറി കയറി താമസിക്കുക. ആദ്യമായിട്ട് പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതാണോ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചു കയറുന്നതാണോ ഒന്നുകൂടെ ബലം? ഒരു ബലം. ദൈവം പെട്ടെന്ന് കേൾക്കുന്ന ഏതാ? പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന അല്ലേ? ആണോ? ആരാ നിങ്ങൾ പറഞ്ഞേ? പാസ്റ്റർമാർ വിചാരിക്കുക എന്റെ ദൈവമേ ഇനിയിപ്പോ ഇവര് തന്നെ ഇതല്ല. അല്ല, അതങ്ങനെയാണ് ശരിക്കും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമുക്ക് ദൈവം അപ്പനല്ലേ? നമുക്ക് എല്ലാവർക്കും അപ്പനല്ലേ? ഇടയ ശുശ്രൂഷയുണ്ട്, അതാ പാസ്റ്റർമാർ ചെയ്യേണ്ടത്. അതാണ് പാസ്റ്റർമാരുടെ പണി. എന്റെ പണി ഇടയ ശുശ്രൂഷയല്ല, ഉപദേഷ്ടാവിന്റെ പണിയാണ്. ഞാൻ ഇങ്ങനെ നടന്ന് ഉപദേശിക്കും. ഓക്കെ, അതെന്റെ പണിയാണ്. ദൈവം എന്നെ അതിനുവേണ്ടി വിളിച്ചത്. പ്രാർത്ഥിക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? പ്രാർത്ഥനാപരം ബൈബിളിൽ അതെല്ലാ മക്കളുടെ അവകാശമാണ്. എല്ലാ മക്കളുടെ അവകാശം. ദൈവത്തിന് എല്ലാ മക്കളും ഒരുപോലെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചത് വാതറൊന്നൊന്ന് മിണ്ടി കാണണമെന്ന് അപ്പം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഫാസ്റ്റ് പ്രാർത്ഥിക്കാം. അപ്പം വിചാരിക്കും ഇവൻ എന്നോടൊന്ന് പറഞ്ഞാൽ പറയാൻ പറയണം. അവൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞ അപ്പനെ എത്രയും കേൾക്കില്ല, അതുകൊണ്ട് ഒരു മീഡിയേറ്റർ ത്രൂ പോകാം. പ്രിയ സഹോദരങ്ങളെ, പണ്ട് ഫേസ്ബുക്കിൽ ഒരാളൊരു പോസ്റ്റ് ഇട്ടതാണ്, കത്തോലിക്കർക്ക് മരിച്ചുപോയ മധ്യസ്ഥരും പെന്തക്കോസുകാർക്ക് ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥരുമാണുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത് തെറ്റാണോ? അയ്യോ, മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. ഒരുവൻ മറ്റൊരുത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ബൈബിളിലെ നിയമമാണ്. വി നീഡ് ടു പ്രേ ഫോർ വൺ അനദർ, ബട്ട് ഡോണ്ട് തിങ്ക് വൺ മാൻസ് പ്രേയർ ഈസ് സുപ്പീരിയർ ടു അനദർ മാൻസ് പ്രേയർ. അങ്ങനെ ചിന്തിക്കരുത്. നോ 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 മീഡിയേറ്റേഴ്സ്. ദൈവം ആരുടെയും മീഡിയേഷൻ പുതിയ നിയമത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലെയാണ്. പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പുതിയ വിശ്വാസികളുടെ പ്രാർത്ഥന കർത്താവ് കുറച്ചുകൂടെ കേൾക്കുമെന്ന് എനിക്കൊരു ചിന്തയുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല. നിങ്ങളുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ അനുഭവം അതാണ്. കാരണം ഈ നമ്മുടെ 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ചോക്ലേറ്റ് തരണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും അല്ലേ? 30 വയസ്സായവർക്ക് പപ്പ ചോക്ലേറ്റ് തരണം എന്ന് പറയുന്നത് എന്താ പറയും? പോയി മേടിച്ചിട്ടുണ്ടെന്ന് പറയല്ലേ? പിന്നെ അങ്ങനെ പറയുള്ളൂ. അതുപോലെ വിശ്വാസത്തിലോട്ട് ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് തലവേദന സഹിക്കാൻ പറ്റുന്നില്ല, കർത്താവ് എന്റെ തലവേദന മാറ്റിത്തരണേ, യേശുവിന്റെ നാമത്തിൽ തലവേദന പോട്ടെ, പോവും. പക്ഷെ വിശ്വാസത്തിൽ വന്ന് 25 വർഷം കഴിഞ്ഞിട്ട് കർത്താവിന്റെ തലവേദന മാറ്റിത്തരണ കർത്താവ് പറയും, എടാ ക്രൂശിൽ കിടന്ന് എന്നെ കുറിച്ചല്ലേ നീ പ്രസംഗിക്കുന്നത്, ഒരു ഇത്തിരി തലവേദന നിനക്ക് സഹിക്കാൻ പറ്റില്ലേ? സ്തോത്രം ചെയ്തേ. വലുതാവും തോറും അങ്ങനെയാ. വലുതാവും തോറും നമ്മൾ കുറച്ച് വേദന സഹിക്കാനും ക്രൂശ് വഹിക്കാനും കട്ടിയാഹാരം കഴിക്കാനും പാലുകൂടി നിർത്താനും ഒക്കെ പഠിക്കുന്നു.
കുഞ്ഞു പിള്ളേർ നിലവിളിക്കുന്നവരല്ല. ഞാൻ പണ്ടൊക്കെ വിശ്വാസം വരുന്ന സമയത്ത് പ്രാർത്ഥിക്കും, ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പോഴിടയ്ക്കിടയ്ക്ക് മിഷണറി വേലയിലൊക്കെ ചെയ്യുമ്പോൾ നടക്കാറുണ്ട് കേട്ടോ, അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം അങ്ങനെ ഒരു പേഴ്സണൽ അത്ഭുതത്തിന് ഞാൻ പ്രാർത്ഥിക്കാറുമില്ല. പണ്ടൊക്കെ ഞാൻ എപ്പോഴും അത്ഭുതങ്ങൾ കാണുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്ന എന്താ വെച്ചാൽ അവരുടെ വിശ്വാസം ഉറക്കേണ്ടത് ആവശ്യമാണ്. പിന്നെയും പിന്നെയും നമ്മൾ അടയാളങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന കർത്താവ് പറയും, വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറ ഉറയ്ക്കാത്തവർ പിന്നെയും പിന്നെ എന്ത് ചോദിച്ചുകൊണ്ടിരിക്കും? അടയാളങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടയാളങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് പുതിയ നിയമത്തിൽ കാണുമ്പോഴും അറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യ കാലങ്ങളിൽ നടന്ന പോലത്തെ അത്ഭുതങ്ങൾ പിന്നീട് ലേഖനത്തിന്റെ കാലഘട്ടങ്ങളിൽ നടക്കുന്നില്ല. അല്ലെ? എപ്പഫ്രാദിത്തോസ് രോഗിയായി മരിച്ചു പോകുമെന്ന് പത്രോസ് പേടിച്ചു എന്നോ, അല്ലെ പൗലോസ് പേടിച്ചെന്നാ പറയുന്നത്. എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരുമോ എന്ന്, എന്നാലും കർത്താവ് എന്നെ രക്ഷിച്ചു എന്നാ പറയുന്നത്. ഭയങ്കര ടെൻഷനായി പോയി. മർക്കോസിന് സുഖമില്ലാതായി, തിമോത്തിയോസിന് വയറിന് സുഖമില്ലാതായപ്പോഴത്തേക്ക് വീഞ്ഞു കുടിച്ചോളാൻ പറഞ്ഞു അല്ലെ? അപ്പൊ അവിടെ എല്ലാം നമ്മൾ നിസ്സഹായാവസ്ഥ കാണുന്നുണ്ട്. അപ്പൊ ശരിക്കും സഭകൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. ഇന്നും അങ്ങനെ, പെന്തക്കോസ്ത് ഇന്നും ആദ്യകാലത്തുണ്ടായ അത്ഭുതങ്ങൾ എപ്പോഴും ഉണ്ടാകണം നമ്മൾ വാശി പിടിക്കരുത്. നമുക്ക് ക്രിസ്തുവിന്റെ ജീവന്റെ അടയാളങ്ങളിലേക്ക് പോകണം, യോനയുടെ അടയാളത്തിലേക്ക് പോകണം. അതായത് മരിച്ചവനായ ക്രിസ്തുവിന്റെ മരണത്തോടും അവന്റെ പുനരുത്ഥാനത്തോടും സദൃശരായ ക്രിസ്തുവിന്റെ ജീവൻ വഹിക്കുന്ന അവന്റെ ജനങ്ങള് ചുറ്റുമുള്ളവർ കാണണം, അവന്റെ ആടുകളെ ചുറ്റുമുള്ളവർ കാണുന്ന അടയാളങ്ങളിലേക്ക് നമ്മൾ പോകണം. ഓക്കെ, നിങ്ങൾക്കത് എത്ര സന്തോഷമായെന്ന് അറിയത്തില്ല. പക്ഷെ അപ്പോഴും നമ്മൾ പുതിയ ആൾക്കാരെ കാണുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന കാണാം. പുതിയ ആളുകൾ കടന്നു വരുമ്പോൾ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം പുതുതായിട്ട് വിശ്വാസത്തിലിട്ടുന്ന ഒരാളുടെ ജീവിതത്തിൽ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, ഒന്നെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കോയിൻസൈഡൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇത് ഒന്നല്ല, അനേകം അത്ഭുതങ്ങൾ ഒരാഴ്ച കൊണ്ട് സംഭവിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അന്ന് എന്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു, കർത്താവെ, കുഞ്ഞിനെടുത്ത് താലോലിക്കുന്ന പോലെ എടുത്ത് താലോലിച്ച് വിശ്വാസത്തിൽ ഉറപ്പിക്കുക. ദൈവം അങ്ങനെ ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറയാം, എഴുന്നേറ്റ് നിൽക്കടാ, എനിക്ക് ഇത്തിരി വേദന സഹിക്കാൻ പറ്റത്തില്ലേ? നീ എന്റെ പുത്രന്റെ കൂടെയല്ലേ നടക്കുന്നത്, അവനല്ലേ നിന്നിൽ ജീവിക്കുന്നത്. നീ സ്തോത്രം ചെയ്ത് നോക്കി, ആ പുത്രന്റെ ബലം, പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് അനുഭവിച്ച്, എന്നിട്ട് പുത്രൻ നേരിട്ട പോലെ ഇടുക്ക് വഴിയെ നേരിട്. പരിജ്ഞാനത്തിന്റെ കട്ടിയാഹാരം കഴിക്ക്, എപ്പോഴും പാല് കുടിക്കാതെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സകലത്തിന്റെയും മുകളിൽ കർത്താവിനെ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മതത്തിന്റെ ഏജൻസി ആവശ്യമില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മൾ ഈ യാക്കോബക്കാർ, ഞാനൊരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായതുകൊണ്ട് എനിക്ക് അവരുടെ എക്സാമ്പിൾ കുറച്ചുകൂടെ പറയാൻ പറ്റും. ഞാൻ മരിക്കാൻ കിടക്കാന്ന് വിചാരിച്ചു. അപ്പം അച്ഛൻ വന്ന് എനിക്ക് ഒടുക്കത്തെ ഒപ്രൂഷ്മെന്ന് പറഞ്ഞൊരു കൂതാശ ചെയ്തിട്ട് എനിക്ക് അപ്പവും വീഞ്ഞു തരും. വീഞ്ഞൊന്നും ഇല്ല എന്ന് തോന്നുന്നു, എനിക്ക് അപ്പം ഉള്ളൂ എന്ന്. ഇത്തിരി വെള്ളമാണ് തരുന്നത്. മരിക്കാൻ നേരത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോ അതുവരെയുള്ള പാവങ്ങളെല്ലാം ആ യാഗത്താൽ തീർന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 15 മിനിറ്റോടെ കഴിഞ്ഞാണ് ഞാൻ മരിക്കുന്നത്. പക്ഷെ മനുഷ്യനല്ലേ, ഈ 15 മിനിറ്റ് ഞാൻ ആലോചിച്ചുകൊണ്ട് എന്നാന്നറിയോ, അച്ഛൻ പോകുമ്പോൾ എത്ത് കൊടുത്തു വിടണം, അയാള് 500 രൂപ കൊടുത്താൽ സമ്മതിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ അതും പാപമാണ്. അപ്പൊ മരിക്കുന്ന പിന്നെയും പാപത്തിനകത്താണ്. അപ്പൊ ആ പാപത്തിന് എന്ത് ചെയ്യും? അപ്പൊ 9-ാം ദിവസം അച്ഛൻ വന്ന് ഒരു കുർബാന കൂടി ചെയ്യും. അപ്പൊ എന്തെങ്കിലും തീരണമല്ലോ? തീരില്ല. 40-ാം ദിവസം അച്ഛൻ പിന്നെയും വരും, വർഷാവർഷം പിന്നെയും വരും, അല്ലെ? അപ്പൊ അതിനർത്ഥം എന്താ? ഒരു ഉറപ്പും കൊടുക്കാൻ പറ്റുന്നില്ലെന്നാ. അപ്പൊ എത്ര സാക്രിഫൈസ് ചെയ്താലും ഇതിന് ഉറപ്പൊന്നുമില്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി, അതിന് യാതൊരു ഉറപ്പും ഈ സാക്രിഫൈസസ് തരുന്നില്ല എന്ന് തന്നെ അർത്ഥം. അതുപോലെ ലോകത്തിലെ ഒരു മതത്തിനും യാതൊരു വിധ ഉറപ്പും തരാൻ പറ്റില്ല. നിങ്ങളൊരു ഇനി ഒരു ഹൈന്ദവനായ ഒരു മനുഷ്യനാണ് ഞാനെന്ന് വിചാരിച്ചോ. എനിക്ക് എന്റെ ജാതി സംബന്ധമായ ആചാരങ്ങൾ പൂർത്തിയാക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പട്ടിയോ പുഴുവോ പശുവോ ഒക്കെ ആയിട്ട് ജനിക്കും, ഒരു നികൃഷ്ട ജന്മം ഉണ്ടാവും. അതാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാൻ മരിക്കാൻ കിടക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ആ പെർഫെക്ഷൻ എനിക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ഈ പുരാണങ്ങൾ അനുസരിച്ച് ഒരു പശുവിന്റെ മാംസം ഒരുത്തം കഴിച്ചാൽ ആ പശുവിന്റെ ശരീരത്തിൽ എത്ര രോമങ്ങൾ ഉണ്ടായിരുന്നു, അത്രയും പ്രാവശ്യം അവൻ പശുവിന്റെ ചാണകത്തിലെ പുഴുവായിട്ട് ജനിക്കണമെന്നാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഇവൻ വെപ്രാളപ്പെട്ട് കിടക്കുക, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല, മരിക്കാൻ പോവാ. അപ്പം ഞാൻ ചെന്ന് ഇങ്ങനെ പറയാന്ന് വെച്ചു, സഹോദര, നിങ്ങള് ഈ മരിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് അറിയുന്നു? ഒന്നും പൂർത്തിയായിട്ടില്ല, എവിടെയെങ്കിലും പട്ടിയോ പൂച്ചയൊക്കെ ആയിട്ട് നമ്മൾ കാണുവാണെങ്കിൽ ഞാൻ ഒന്ന് കരഞ്ഞേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദര വിഷമിക്കണ്ട, നിങ്ങൾ എന്തായിരുന്നോ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്, യാക്കോബക്കാരനോട്
നിങ്ങൾ എന്തായിരുന്നോ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് അത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? പക്ഷെ എന്തായിരുന്നോ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരാൾ നിങ്ങളുടെ പേരിൽ ചെയ്തു കഴിഞ്ഞു. അവൻ സകലത്തിനും മീതെ സകല മനുഷ്യർക്കും വേണ്ടി മരുഭൂമിയിൽ ഉയർത്തപ്പെട്ടിരിക്കുക. എല്ലാവർക്കും വേണ്ടി അവൻ ഒരു യാഗമായി മാറി. അപ്പൊ നിങ്ങൾ കഴിക്കേണ്ട യാഗം വേറൊരാൾ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പൊ ആ ആള് അത് കഴിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ഇനി ഒരു മതത്തിന്റെ ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ആ യാഗത്തിൽ വിശ്വസിച്ചാൽ മതി. ബാക്കി എല്ലാ മതങ്ങളും ആ തിരശീല കീലുകളുടെ ലോകത്തിലെ സകല മതങ്ങളും തീർന്നു. സകലർക്കും രക്ഷപ്പെടാൻ കുഞ്ഞാടിനെ സകലരുടെയും കാണെ പരസ്യമായി കർത്താവ് മരുഭൂമിയിൽ മോശ പിച്ചളസർപ്പത്തെ ഉയർത്തിയ പോലെ ലോകത്തിനു മുമ്പിൽ കർത്താവ് സകലർക്കും ജീവൻ നൽകേണ്ടതിന്, അടുത്ത വാക്യം അങ്ങനെയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി സകലർക്കും ജീവൻ നൽകേണ്ടതിന് ജീവൻ നൽകുന്ന കർത്താവിനെ യാഗമാക്കി അവൻ സകല മനുഷ്യരുടെ മുകളിൽ ഉയർത്തി. So we have a perfect, everlasting, eternal sacrifice. And man's religion has died, has got extinguished. എല്ലാ മതങ്ങളും ക്രൂശിൽ തീർന്നു. ഒരു മതവും, ക്രിസ്തു മതം ഉൾപ്പെടെ, every religion has collapsed, has come to a standstill at the bottom of the cross, at the feet of the cross. Okay. അപ്പോൾ നമുക്ക് ഈ ജീവൻ പ്രാപിക്കുന്നത് എങ്ങനെ എന്നുള്ളതിലേക്ക് നമുക്ക് കടന്നു വരാം. How do we get this life? നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കൂടുതലും വെള്ളത്താലുള്ള അനുഭവത്തെ കുറിച്ചാണ്, അല്ലെ? കഴുകലിനെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. We have so much more to think about washing of regeneration. എന്നാൽ അതിന്റെ മുമ്പ് നമുക്ക് ആത്മാവിന്റെ അനുഭവം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നത് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്? Let's see how to receive the Holy Spirit. Okay, നമുക്ക് ആ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാം. Let's look at John chapter 6 verse 53. ഇത് ഞാൻ വളരെ വേഗം പറഞ്ഞു പോകും. ഓക്കെ, ഈ 6-ാം അധ്യായം, because we need more time on chapter 10, 15 and 16. Okay, അതുകൊണ്ട് 6-ാം അധ്യായം we will go very fast. 53-ാം അധ്യായം 53-ാം വാക്യം ഞാൻ വായിക്കാം. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. യേശുവിന്റെ ടീച്ചിങ്സിനെ കുറിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നിക്കോദെമോസിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല, അല്ലെ? അപ്പൊ നിക്കോദെമോസ് ഉടനെ ചോദിച്ചു, എന്തൊരു കഠിന വാക്ക്, ഞാൻ എങ്ങനെയാണ് ഇനി അമ്മയുടെ വയറ്റിൽ പോയി ഒന്നുകൂടെ ജനിക്കുന്നത്? ഇറ്റ്സ് വെരി ഹാർഡ് സേയിങ്, അല്ലെ? ഹാർഡ് സേയിങ് അല്ലേ? അതുപോലെ തന്നെ ഇവിടെ കർത്താവ് മനുഷ്യർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കും. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. അപ്പൊ ജീവനില്ല, there is no life in you. യേശുവിന് മാത്രം ജീവനുള്ളൂ കേട്ടോ. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു സാക്ഷ്യം. യേശു പറയാണ്, നിങ്ങൾക്ക് ജീവനില്ല, എനിക്കുണ്ട്. എന്താണ് നമുക്ക് ഇല്ലാതിരിക്കുന്നതും ക്രിസ്തുവിനുള്ളതുമായ ജീവൻ? നമുക്കൊന്ന് നോക്കാം. ഈ കേരളത്തിലെ റോഡുകൾ, എനിക്ക് അയർലൻഡിലെ റോഡുകളെ കുറിച്ച് അറിയത്തില്ല, കേരളത്തിലെ റോഡുകളെ കുറിച്ച് പറയാം. പുതിയ റോഡ് പണിത് കഴിയുമ്പോഴേക്കും നല്ല ആഘോഷമായിട്ട് റോഡിന്റെ രണ്ട് സൈഡിലും റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ് വെച്ചേക്കും. റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ്, റിഫ്ലക്റ്റേഴ്സ്. ആൻഡ് റിഫ്ലക്റ്റിംഗ് ലൈറ്റ് എന്ന് പോലും പറയാൻ പറ്റില്ല, റിഫ്ലക്റ്റേഴ്സ്. അപ്പൊ നമ്മൾ ഈ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ റോഡിന്റെ ബൗണ്ടറികൾ കാണാം, സെൻട്രൽ ലൈൻ കാണാം. അങ്ങനെ കാണാൻ വേണ്ടി റിഫ്ലക്റ്റിംഗ് സബ്സ്റ്റൻസസ് വെച്ചിരിക്കും, ഗ്ലാസസ്. ഒരു ദിവസം ഞാൻ ആദ്യം ഇത് കാണുമ്പോൾ ഒരു റോഡ് മുഴുവൻ വെളിച്ചം. അപ്പൊ ഞാൻ വിചാരിക്കുന്നു, ഇത്ര ലൈറ്റ് എവിടുന്നാ? ഇത് റിയലി കത്തുന്ന ലൈറ്റ് ആണോ? ഫ്രഷ് ആയിട്ട് വെച്ചത് അതുകൊണ്ടാ? ഞാൻ വിചാരിച്ചു ഇതിന് ബാറ്ററി ആണോ, ഇതിനെതിരെ സർക്യൂട്ട് പോകുന്നത്. അപ്പൊ ഞാൻ റോഡിന്റെ സൈഡിൽ വണ്ടി ഒന്ന് നിർത്തി, എന്തോ ഒരു കാര്യത്തിന്. അപ്പൊ എല്ലാ ലൈറ്റും ഓഫ് ആയി. ഒരു കാര്യം മനസ്സിലായി, അതിന് വെളിച്ചമില്ല. എങ്ങനെ മനസ്സിലായി? ഇരുട്ട് വെച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലായി അതിന് വെളിച്ചമില്ല. അപ്പൊ നമുക്ക് ശരിക്കും ജീവൻ ഉണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിൽ നമ്മൾ ഇരുട്ട് വെച്ച് പരിശോധിക്കും. എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. യേശുക്രിസ്തു ഒരു ദിവസം യെരുശലേമിലേക്ക് പോകുമ്പോൾ അവന് വിശന്നിട്ട് വഴിയരികിൽ അത്തിമരം നിൽക്കുന്ന കണ്ടപ്പോൾ അവൻ അത്തിമരത്തിന്റെ അടുത്ത് പഴം ചോദിച്ചു. പക്ഷെ അത്തിമരത്തിന് പഴമില്ലായിരുന്നു,
ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ കർത്താവ് അത്തിമരത്തോട് പറഞ്ഞു, ഇനി നീ ആർക്കും ഫലം കൊടുക്കാതെ പോട്ടെ. പക്ഷെ ഒരു വാക്യോടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു അവിടെ എഴുതി വെക്കാൻ കാരണം എന്താ? ചിലർ പറയും അത്തിപ്പഴത്തിന്റെ കാലം അല്ലായിരുന്നെങ്കിലും അവിടെ 1-2 അത്തിപ്പഴങ്ങൾ ആയിരിക്കും. ഇല്ല, അങ്ങനെയാണെങ്കിൽ അവിടെ അത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. അത് അവിടെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അത് അവിടെ എഴുതി വെച്ചത്. എന്നിട്ട് പിന്നെ കർത്താവ് എന്തിനാ അത് ശപിച്ചത്? അത് ശപിക്കാനുള്ള കാരണം ഇതാണ്. യേശു ക്രിസ്തു എന്നോട് ഇപ്പൊ ചോദിക്കുന്നില്ല, ചേച്ചി നിന്റെ ഫലം എവിടെ? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഇപ്പൊ ഞാൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാ പറയുന്നത്? ഓക്കെ, ഇപ്പൊ ഞാൻ ഇന്നൊരു വളരെ വിശ്വാസത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ലൈഫിനെ കുറിച്ച് ഞാൻ ഇന്ന് വൈകിട്ട് കേട്ടു. അവളുടെ ഭർത്തൃഗ്രഹത്തില് സുഖമല്ലാത്ത അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു, അബ്യൂസിങ് അറ്റ്മോസ്ഫിയർ. അപ്പൊ എനിക്ക് വളരെ വേദന തോന്നി. ബിക്കോസ് വി ആർ വെരി ക്ലോസ്. ഷീ കോൾസ് മീ ഫാദർ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒറ്റ വാക്കി പറഞ്ഞു, ചോദിക്കണം എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. കുറെ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുത്തു, എല്ലാ ലോകത്തിന്റെ ആയിരുന്നു. കാരണം എന്റെ ഈ ഭൗതികമായ ഫ്ലഷിന്റെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനൊരു മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ സാഹചര്യങ്ങൾ മോശമാകുന്നു, നമ്മൾ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയാൽ അതൊരു ഡൊമസ്റ്റിക് വഴക്കായിട്ട് മാറും. അതേ സമയത്ത് അവിടെ നമ്മൾ കൂശു വഹിക്കാൻ തയ്യാറായാൽ അവിടെ യേശുവിന്റെ ജീവൻ വേണ്ടിയുള്ള ഒരു യുദ്ധമായിട്ടത് മാറും. അവിടെ ഒരു ബ്രേക്കിംഗ് പോയിന്റ്. ഇത് നമ്മൾ ആ അത്തിപ്പഴത്തിലേക്ക് നോക്കി. ഞാനിപ്പോ പ്രസംഗിക്കാൻ വന്ന ഈ ആളുടെ കാര്യം ഞാൻ പറയുന്നത്. വി ആർ സോ വീക്ക് ഇൻ അവർ റിയാക്ഷൻസ്. അപ്പൊ കർത്താവ് എന്നോട് അന്നേരം ചോദിച്ചു, എന്തിയ നിന്റെ ഫലം? അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ സീസൺ അല്ല കർത്താവ്, ഇവന്മാരൊന്നും ശരിയല്ല, ഇവര് പോയി കഴിയുമ്പോൾ ഞാൻ എന്റെ ഫലം കാണിച്ചു തരാം. കർത്താവ് പറഞ്ഞു, വേണ്ട, ഏറ്റവും സീസൺ അല്ലാത്ത സമയത്ത്, ഒട്ടും ലൈറ്റ് ഇല്ലാത്തപ്പോൾ, ഒരു മനുഷ്യനും നിങ്ങൾക്ക് അനുകൂലമല്ലാത്തപ്പോൾ, അവരെല്ലാം നിങ്ങളെ വെറുക്കുമ്പോൾ, ആ സമയത്ത് അവരെ നോക്കി ചിരിക്കാൻ, പുഞ്ചിരിക്കാൻ, സ്നേഹിക്കാൻ പറ്റുന്ന സ്നേഹം, അത് ക്രിസ്തുവിന് മാത്രമേ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ പറയുവാണോ? എന്നാ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങളുടെ ഭാര്യ ഒരു 4-5 തലമുറ വരെയുള്ള നിങ്ങളുടെ കുടുംബത്തിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചു. പാവം സഹോദരിമാർക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആണുങ്ങൾ ചിലപ്പോൾ പിടിച്ചാൽ ഇടി കൊടുക്കുന്നത്. ഇത് ഓരോ കുറ്റം കേൾക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഭാര്യയോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുന്ന ആലോചിക്കുക. എനിക്ക് നിങ്ങളുടെ ആരുടെ മുഖം കാണാൻ വയ്യ, അതുകൊണ്ട് നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോന്നും. അപ്പൊ കുറച്ച് മാക്സിമം ഇനി ഉള്ള മീറ്റിംഗ്സിൽ, എന്റെ മീറ്റിംഗ് അല്ലെങ്കിലും മാക്സിമം നിങ്ങൾ വിസിബിൾ ആകാൻ ശ്രമിക്കണം, എങ്കിലേ നമുക്കൊരു കോൺവെർസേഷനകത്ത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകാൻ പറ്റും. ഓക്കെ, ഇനി ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഭർത്താവ് കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് ഭാര്യയെ നല്ല ഇടി ഇടിക്കാന്ന് വെച്ചു. ഓരോ ഇടി ഇടിക്കും തോറും ഭർത്താവിനോട് വൈരാഗ്യം കൂടുന്നതിന് പകരം ഈ കുട്ടിയുടെ ഉള്ളില് ആ ഭർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്ന ആലോചിക്കും. അങ്ങനെ സംഭവിക്കോ? വെളിച്ചം, യേശുവിന്റെ ജീവൻ വെളിച്ചം പോലായിരുന്നു അല്ലെ? അത് ഇരുട്ട് കൂടുന്നിടത്ത് ലൈറ്റ് കൂടി. നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ലൈറ്റ് ഇരുട്ടുള്ളത് എന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രകാശമായി. ഇരുട്ടുള്ളിടത്ത് വർദ്ധിച്ചു വരുന്ന ഒരു ലൈറ്റ് യേശുവിന് മാത്രം ഉണ്ടായിരുന്നു. യേശു യൂദായെ സ്നേഹിച്ച ഞാൻ അമ്പരപ്പോൾ ഓർത്തിട്ടുണ്ട്. എന്തൊരു സ്നേഹമായിരുന്നു അറിയാം യൂദായോട്. യേശുവിന് അറിയായിരുന്നു, കർത്താവിന് പണ്ടേ അറിയായിരുന്നു യൂദാ മോഷ്ടിക്കുന്നു. കർത്താവ് പക്ഷെ മൈൻഡ് ചെയ്തില്ലെന്നല്ല, അവനോട് പറഞ്ഞാണ്. പക്ഷെ പത്രോസിനോട് പറഞ്ഞില്ല, വേറൊരു ശിഷ്യനോട് പറഞ്ഞില്ല. ഒന്ന് സൂക്ഷിച്ചോട്ടോ, നമ്മുടെ പൈസപ്പെട്ടി അവന്റെ കയ്യിലാണ്, അവനകത്ത് അടിച്ചു മാറ്റുന്നുണ്ട്, ഒരു കണ്ണ് അവന്റെ മേൽ വെച്ചേരെ കേട്ടോ എന്ന് പറഞ്ഞില്ല. ആരും അറിഞ്ഞില്ല. എന്നിട്ട് യേശു ഒരു അവസാനം പറയാണ്, നിങ്ങൾ ഒരുത്തിന് എന്നെ ഒറ്റ കൊടുക്കും. അപ്പൊ ഈ ശിഷ്യന്മാർ ചിന്തിക്കുക, അയ്യോ അത് ഞാനാണ്.
യേശുവിന് നെഞ്ചോട് ചേർന്നിരുന്നുകൊണ്ട് യോഹന്നാൻ ചോദിക്കുക, ഞാനാണോ കർത്താവ്? കാരണം യോഹന്നാൻ അണ്ടർസ്റ്റാൻഡ്സ് നമ്മൾ മനുഷ്യർക്ക് ഇതല്ല, ഇതിനപ്പുറം ചെയ്യാൻ പറ്റും. പത്രോസിന് അത് അറിയത്തില്ലായിരുന്നു അത്രയും. പിന്നെ മനസ്സിലായി ഈ മനുഷ്യന്റെ തീരുമാനങ്ങൾക്കൊന്നും. ഇപ്പൊ യോഹന്നാൻ യേശുവിന്റെ നെഞ്ചോട് ചേർന്നിരുന്നിട്ട് എന്താ തീരുമാനിക്കാം? ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും എന്ന് വൈബ്രേഷൻ പറയാം. പക്ഷെ യോഹന്നാൻ അറിയാം നാളെ ഞാൻ എന്റെ അവസ്ഥ ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് യോഹന്നാൻ ചോദിക്കുക, ഇനി ഞാനെങ്ങാനും ആണോ കർത്താവെ നിന്നെ ഒറ്റ കൊടുക്കുന്നു? പേടിച്ചു പോയി. അവരാരും ചിന്തിച്ചില്ല യേശു അങ്ങനെ ഒരാളുടെ കാര്യം പറയാതെ യൂദായ, അത് യൂദായിരിക്കുള്ളൂ ആരും പറഞ്ഞില്ല. ബിക്കോസ് ജൂഡ് വാസ് Iscariot was well protected. His reputation was never affected. ആലോചിക്ക്, നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ റെപ്യൂട്ടേഷൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. ഓണർ, നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ പറയുന്ന ആൾക്കാരുടെ ഓണർ, മാന്യത നിങ്ങളുടെ കയ്യിലായിരിക്കും പലപ്പോഴും ദൈവം ഏൽപ്പിച്ചേക്കുന്നത്. കർത്താവിന്റെ സ്നേഹം വാസ് അപരിമേയം, ഓക്കെ, ആൻഡ് ടോട്ടലി അൺലിമിറ്റഡ്. എന്നിട്ട് കർത്താവ് അപ്പം മുക്കി അവന്റെ വായിൽ വെച്ച് കൊടുക്കുന്നതാണ് ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് ലവ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ പെർഫെക്ഷൻ അവനത് വായിൽ വെച്ചോണ്ട് കർത്താവിനെ വെറുത്തു എന്നുള്ളതാണ് പിശാച് അവന്റെ ഉള്ളിൽ കയറാനുള്ള കാരണം. He had that hatred in him. It was so painful to have that hatred to the Lord. നമ്മുടെ ഉള്ളിലൊക്കെ പലപ്പോഴും ഈ ജഡം കർത്താവിനോടുള്ള ശത്രുത്വം എക്സ്പ്രസ് ചെയ്യുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നോട് കഴിഞ്ഞ ദിവസം ഈ അടുത്തിടെ രക്ഷിക്കപ്പെട്ട ഒരു മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ എനിക്ക് പേടിയാവുക, എനിക്ക് കർത്താവിനോട് ദേഷ്യം എന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഞാൻ പറഞ്ഞു, ഫ്ലഷിൽ അതുണ്ട്. കാരണം we were enemies to the Lord. Believe your flesh is crucified. അത് ചത്തു, അത് ആ മരണത്തിന് അതിന് വിട്ടുകൊടുക്കുക. Hatred is there. Man is naturally inimical to God. അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു വന്നപ്പോ എല്ലാവരും ക്രൂശിച്ചത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുമായിരിക്കും, കർത്താവിനെ ഞാനായിരുന്നെ ക്രൂശിക്കില്ലായിരുന്നു, ഞാൻ അവിടെ നിന്ന് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്തേനെ, ഞാൻ ഒരു കാരണവശാലും അവനെ ക്രൂശിലോട്ട് വിടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ? നടക്കില്ലായിരുന്നു. നമ്മൾ ക്രൂശിക്കാന്ന് പറഞ്ഞ് ബഹളം വെച്ചേനെ. എന്താ കാരണം എന്നറിയോ? കർത്താവിനെ ക്രൂശിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ചിന്ത റോമാക്കാർ വന്നെല്ലാം നമ്മളെ കൊന്നു കളഞ്ഞേനെന്നാ. മനുഷ്യന്റെ ജീവനേക്കാളും വലുതൊന്നും അല്ലായിരുന്നു കർത്താവ് അവർക്ക്. സോ വി വുഡ് ഹാവ്, അതാണ് മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്, ദൈവത്തോടുള്ള മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്. ദൈവത്തോടും മനുഷ്യന്റെ മനോഭാവം വെളിപ്പെട്ടത് ക്രൂശിലാണ്. എന്നാൽ മനുഷ്യരോട് ദൈവത്തിന്റെ മനോഭാവം വെളിപ്പെട്ടത് ആ ക്രൂശിൽ തന്നെ അല്ലേ? ദാറ്റ് വാസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ദൈവത്തോട് മനുഷ്യരുടെ മനോഭാവം, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ മനോഭാവം, അൺലിമിറ്റഡ് അൺകണ്ടീഷണൽ ലവ്, അത് രണ്ടും നമ്മൾ കാണുന്ന ക്രൂശിലാണ്. മനുഷ്യന്റെ വൈരാഗ്യവും ദൈവത്തിന്റെ സ്നേഹം, അതാണ് ക്രൂശ് എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് ശത്രുവായ നമ്മുടെ ജഡം ക്രൂശിൽ തീരേണ്ടതാണ് ആ ശത്രുത്വം. We need to cast our inimical flesh to the cross. ഓക്കെ, അപ്പോൾ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് ലവ്. അത് അൺസീസണൽ ആണ്, സീസണൽ ആണ് അൺസീസണൽ. എല്ലായിടത്തും സ്നേഹം തന്നെയാണ്. There is no shadow of turning with him. അപ്പോൾ അങ്ങനെയുള്ളൊരു പെർഫെക്റ്റ് കർത്താവ് പറയാണ്, എന്റെ ജീവൻ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. Wow, my God, what an offer, what an offer. കർത്താവ് പറയുന്നത്, ഞാൻ ജീവിച്ച ജീവിതം ഉണ്ടല്ലോ അത് ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. നമ്മൾ നിത്യജീവൻ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് വിചാരിക്കുന്ന സ്വർഗത്തിൽ പോയി നിത്യം അങ്ങനെ ഇരിക്കാന്നാ. ചില ആൾക്കാരുടെ സ്വർഗത്തെ കുറിച്ചുള്ള സങ്കല്പം എന്ന് അറിയോ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആകെ പുക പോലെ ആയിരിക്കും, ആത്മാക്കൾ ഇങ്ങനെ ചുറ്റി നടക്കുമായിരിക്കും. പണ്ടെങ്ങാണ്ട് വീഡിയോയിലെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായി പുക വരുന്ന ആത്മാക്കൾ വരുമ്പോൾ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വെളുത്ത സ്ഥലം, അവിടെ കുറെ ആൾക്കാരിരുന്ന് പാട്ട് പാടി, ദൂതവൃന്ദങ്ങളെല്ലാം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു, എപ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്കറിയില്ല അവിടുത്തെ സ്ഥിതി എന്താണെന്നൊന്നും. പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, അത് ഭയങ്കരമായ ആനന്ദത്തിന്റെ ഒരു സ്ഥലമായിരിക്കും. വി വിൽ ബി എക്സീഡിംഗ്ലി ജോയ്ഫുൾ there. അത് നമുക്ക് ഉറപ്പാണ്. അപ്പൊ സ്വർഗത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ച വളരെ പരിമിതമാണ്. വി cannot understand so many things about heaven. അപ്പൊ കർത്താവ് നമുക്ക് തരുന്ന ജീവൻ, നമ്മൾ ആ ലോങ് ലൈഫ് അവിടെ ജീവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കാണുന്നത്. പക്ഷെ നിത്യജീവൻ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് അതിന്റെ ക്വാണ്ടിറ്റി അല്ല, അതിന്റെ ക്വാളിറ്റിയാണ്. ലൈഫ് ഇറ്റേണൽ, അബണ്ടന്റ് ലിവിങ്, അബണ്ടന്റ് ലിവിങ്.
ഈ അബണ്ടന്റ് ലിവിങ്ങിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. പോസിബിളി ടുമോറോ മേ ബി പോസിബിൾ, അല്ലെങ്കിൽ ഇന്ന് തന്നെ നോക്കട്ടെ. ഈ അബണ്ടന്റ് ലിവിങ് എന്ന് പറയുന്ന ഒരു ലിവിങ് ഉണ്ട്. ഹൗ ഡു വി ലിവ് അബണ്ടന്റ്ലി? അതിപ്പോ തന്നെ അതിലൂടെ ഞാൻ പറഞ്ഞു പോയേക്കാം. നമുക്ക് മാസം 2000 രൂപ വരുമാനമുള്ള ഒരാളാണോ അബണ്ടന്റ് ആയിട്ട് ജീവിക്കുന്നത്? 2 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണ് അബണ്ടന്റ് ആയിട്ട് ജീവിക്കുന്നത്? 2 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാളാണ്. 2000 രൂപയുള്ള ആൾ ചിന്തിക്കും, ഒരു ചാക്കാരി അതിന് തന്നെ 10 കിലോ ആണെങ്കിൽ 500 എടുത്താവും. പിന്നെ അരി മേടിച്ച് വെക്കാം, അതൊരു പയറൊക്കെ മേടിച്ച് കഞ്ഞിയൊക്കെ കുറിച്ച് കൂട്ടാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. അബണ്ടന്റ് അല്ല. ചായ 2 ദിവസം കൂടുമ്പോൾ ഒന്നാക്കാം, അതെ കട്ടൻ ചായ കുടിക്കാം, പഞ്ചസാര വേണമെന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ലൈഫ്. ഇത് മൈസേർലി ലിവിങ് ആണ്. വളരെ കഞ്ചൂസ് ലൈഫ് എന്ന് പറയും. അവിടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് മൈസർ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. എന്നാൽ സ്പിരിച്വൽ ലൈഫിൽ ഒരു അബണ്ടൻസ് ഉണ്ട്. ഈ അബണ്ടൻസ് പൂർണ്ണമായിട്ട് ഞാനിപ്പോ അത് പറയുന്നില്ല, അതിന്റെ ജസ്റ്റ് ഒരു സൂചന മാത്രം തരാം. എന്താണ് ഈ അബണ്ടൻസ്? ഇപ്പൊ നമുക്ക് ആത്മീകമായ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആയാൽ നമ്മൾ അബണ്ടന്റ് ലിവിങ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, അവനോട് മാത്രം ഒത്തുപോകാൻ പറ്റത്തില്ല. എന്താ കാരണം? അത്രയും ആ ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള പഞ്ചസാരയില്ല. അത്രയും പറ്റില്ല. അത്രയും ലാവിഷല്ല എന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ലൈഫ്. അത്രയും പറ്റത്തില്ല. ആ മനുഷ്യനുടെ അയാൾ എന്നോട് ചെയ്തത് ഓർത്താ ഉണ്ടല്ലോ, ക്ഷമിക്കാൻ പറ്റുന്നില്ല ബ്രദറെ. ഇങ്ങനെ പറയുന്നവർ എന്തനുഭവിക്കുന്നില്ല? ലാവിഷല്ല, പിശുക്ക. പറയാണ്, ഇന്ന് ഇത്തിരി പയറിട്ടാ മതി, അച്ചാറില്ല, പപ്പടം വേണ്ട, എണ്ണ തീരും. ഇതാണ് നമ്മുടെ ലൈഫ്, സ്പിരിച്വൽ ലൈഫ്. ദാറ്റ് മീൻസ് നമുക്ക് അബണ്ടൻസിലേക്ക്, യൂദായെ വരെ സ്നേഹിക്കുന്ന കർത്താവിന്റെ അബണ്ടൻസിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ കർത്താവ് നമുക്ക് തരുന്ന ലൈഫിന് അതൊരു അബണ്ടൻസ് ഉണ്ട്. ഈ അബണ്ടന്റ് ലിവിങ് തരാന്ന കർത്താവ് പറഞ്ഞേ, ലാവിഷായിട്ട് ജീവിച്ചോളാൻ. ആരുടെ ജീവനാ? യേശുവിന്റെ ജീവൻ. നമ്മൾ വിചാരിച്ച് ഈ ലോകത്തിലെ ജീവൻ അങ്ങ് അബണ്ടന്റ് ആക്കി തരുമെന്ന്. പക്ഷെ കർത്താവ് പറഞ്ഞു, പുത്രത്വത്തിന്റെ അബണ്ടൻസ് ആണ്. അബണ്ടന്റ് ലൈഫ് ഓഫ് ദ സൺ. എന്റെ ജീവൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും. അപ്പൊ കർത്താവ് ഇവിടെ ഒരു കഠിനവാക്ക് പറയുന്നുണ്ട്. കഠിനവാക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുക, എന്റെ രക്തം കുടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് കഠിനവാക്ക്. ഇവിടെ നമുക്ക് ഒരു വ്യാഖ്യാന പ്രോബ്ലം സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. നമുക്കിതും പശ്ചാത്തലത്തിൽ നിന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഓക്കെ. 60-ാം വാക്യം വായിച്ചു നോക്കി. യേശുക്രിസ്തു പറയാണ്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യണം. 60-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, അവന്റെ ശിഷ്യന്മാരിൽ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇത് കേൾപ്പാൻ ആർക്ക് കഴിയുമെന്ന് പറയും. കണ്ടോ, കഠിനവാക്ക്, പിന്നെ കഠിനവാക്ക്. കർത്താവിന് ചില സമയത്ത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എല്ലാവർക്കും മനസ്സിലാവില്ല. യേശുക്രിസ്തു ഉപമ പറഞ്ഞറിയോ? ആർക്കും മനസ്സിലായില്ല. വിതക്കാരന്റെ ഉപമ ഒരാൾക്കും മനസ്സിലായില്ല. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, കുറെ വഴിയരികിൽ വീണു, കുറെ പാറസ്ഥലത്ത് വീണു, കുറെ മുള്ളിനിടയിൽ വീണു, കുറെ നല്ല നിലത്ത് വീണു. വഴിയരികിൽ വീണത് പറവകൾ കൊത്തിക്കൊണ്ടുപോയി. പാറസ്ഥലത്ത് വീണത് മണ്ണിന് ആഴമില്ലാതെ ഉണങ്ങിപ്പോയി. മുള്ളിനിടയിൽ വീണത് വളർന്നെങ്കിലും ഞെരിഞ്ഞുപോയി. നല്ല നിലത്ത് വീണത് 100, 60, 30 മേനി വിളഞ്ഞു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് പോയി. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇന്ന് നമുക്ക് മനസ്സിലായി, പക്ഷെ അന്ന് ആർക്കും മനസ്സിലായില്ല. അതുപോലെ കർത്താവ് പറഞ്ഞൊരു കഠിനവാക്കാണ്. പിന്നെ ശിഷ്യന്മാർ പുറകെ നടന്നു അതിന്റെ അർത്ഥം കിട്ടാൻ വേണ്ടി. അപ്പൊ ചില കാര്യങ്ങൾ കർത്താവ് ഔട്ട്റൈറ്റ്ലി നമുക്ക് പറഞ്ഞു തരുന്നില്ല. നമ്മൾ അവന്റെ പിന്നാലെ നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് പലയിടത്തും പറയുന്നുണ്ട്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതെല്ലാം ആത്മീക ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. കാറ്റ് പോലുള്ള ജീവിതം. ആ കാറ്റ് പോലുള്ള ജീവിതത്തിന്റെ പ്രത്യേകതയുണ്ട്. കർത്താവിന്റെ ശബ്ദത്തിന് ഒരു പഞ്ഞവും ഉണ്ടാവില്ല. ഒരു പഞ്ഞവും ഉണ്ടാവില്ല. യെശയ്യാവിന്റെ 50:4 എന്താ പറയുന്നത്? ശിഷ്യന്മാരുടെ ചെവി ഞാൻ നിനക്ക് തന്നിരിക്കുന്ന, രാവിലെ തോറും ഞാൻ നിന്നെ ഉണർത്തുന്നു. നീ ശിഷ്യന്മാരെ പോലെ നീ കേൾക്കേണ്ടതിന് ഞാൻ നിനക്ക് ശിഷ്യന്മാരുടെ ചെവി തന്നിരിക്കുന്നു. ഡിസൈപ്പിൾസ് ഇയർ. അതെല്ലാവർക്കും കേൾക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ കർത്താവ് പറയാണ്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവനുണ്ട്. അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. കാരണം മനുഷ്യന്റെ ശരീരം തിന്നുകയും അവന്റെ രക്തം കുടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഉടനെ പല ആൾക്കാർക്കും അതൊരു
വിഷമമായി, അവർ പലരും ഇട്ടിട്ട് പോയി. 66 വാക്യത്തിലാണ് പറയുന്നത് ഇവർ ഇട്ടിട്ട് പോയി എന്നല്ലേ. 66 വാക്യം എന്താ പറയുന്നത്? അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും അവനെ അനുഗമിച്ചില്ല, അവനെ വിട്ടുപോയി, പിന്നെ അവനെ അനുഗമിച്ചില്ല. അപ്പൊ കഠിന വാക്കുകളിലൂടെ ആൾക്കാരെ പിരിച്ചുവിടാൻ കർത്താവിന് ഒരു മടിയില്ലായിരുന്നു. നമുക്ക് മടിയാ. എനിക്ക് തന്നെ പലപ്പോഴും കഠിന വാക്ക് പറയാൻ ഉള്ളിൽ തോന്നിയിട്ടും അപ്പൊ ഞാൻ ചിന്തിക്കും, ഓ പാസ്റ്റർ എന്ത് വിഷമം തോന്നുമായിരിക്കും, ഞാൻ വന്ന് പ്രസംഗിച്ചിട്ട് രണ്ടുപേരെ ദേഷ്യം വന്ന് പോയ ശോ കഷ്ടം, വേണ്ട. അപ്പൊ ഞാൻ ഇത്തിരി മൈൽഡാക്കും. കർത്താവിന് അങ്ങനെയൊന്നും ഇല്ല. കഠിന വാക്ക് പറഞ്ഞു പോകുന്നവർ പോകട്ടെ, കർത്താവ് നിനക്കും പോണം, അങ്ങനെ കർത്താവിന്റെ മനം. അപ്പൊ ഞാൻ ഇത് ആദ്യം വിചാരിച്ചോണ്ടിരുന്നേ ഈ കഠിന വാക്കെന്ന് പറയുന്ന ഇറച്ചി തിന്നണം, മാംസം കുടിക്കണം, രക്തം കുടിക്കണം എന്നുള്ളതായിരുന്നു വിചാരിച്ചത്. മനുഷ്യന്റെ രക്തം കുടിക്കാൻ പറഞ്ഞാൽ ഞാനാണല്ലോ ഇട്ടിട്ട് പോയനെ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് 66 വാക്യത്തിലാണ് ശിഷ്യന്മാർ ഇട്ടിട്ട് പോകുന്നത്. 63 വാക്യത്തിൽ കർത്താവ് വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, അല്ലെ? ആത്മാവ് ജീവിപ്പിക്കുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ മാംസവും രക്തവും അല്ല, അത് ആത്മാവും ജീവനുമാണ്. കണ്ടോ? യേശു തന്നെ വ്യാഖ്യാനിച്ചല്ലേ, യേശു തന്നെ വ്യാഖ്യാനിച്ചു. നമ്മുടെ തിയോളജിയന്മാരുടെ ആവശ്യം വന്നില്ല. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ആത്മാവും ജീവനുമാണ്, അല്ലാതെ മാംസവും രക്തവും അല്ല. മാംസം കൊണ്ട് ഒരു പ്രയോജനമില്ല. മാംസമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഇറച്ചിയല്ല, ആത്മാവാണ്. രക്തമെന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ജീവനാണ്. അത് എന്റെ ജീവൻ നിങ്ങൾ പ്രാപിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ എനിക്കിത് ആദ്യമായിട്ടൊരു പ്രശ്നം ഉണ്ടായത് സ്റ്റേജിൽ വെച്ച് എനിക്ക് ഇതിന്റെ അർത്ഥം ഇല്ലാതായി പോയത്. ഞാൻ കർത്താവിന്റെ ചോദിച്ചു, കർത്താവ് എന്താ ഇതിന്റെ അർത്ഥം? കർത്താവ് എന്നോട് പറഞ്ഞു തന്നെ ഇങ്ങനെയാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ജഡത്തിൽ ഒത്തിരി നന്മ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഞാൻ സ്വത്ത് ദാനം ചെയ്തെന്നോ, അല്ലെങ്കിൽ എന്താ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തെന്നോ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രസംഗിക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ കർത്താവ് എന്നെ ആന്ധ്രയിലോട്ട് പോകാൻ പറഞ്ഞു, ഞാൻ ആന്ധ്രയിലോട്ട് പോയി എന്നോ, അല്ല ഇന്നാരെ കല്യാണം കഴിക്കാൻ പറഞ്ഞു, കല്യാണം കഴിച്ചു എന്നോ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജഡവ ചെയ്തു, മൊത്തം ജഡമാണ്. അതെങ്ങനെ അറിയാം ജഡമാണ്? ജഡത്തിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ജഡത്തിനെ ഇത് ഓർക്കാൻ പറ്റുള്ളൂ. ആത്മാവിൽ നടന്ന, ജീവനിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരില്ല, മൈൻഡ് ചെയ്യില്ല. പക്ഷെ ജഡത്തിൽ എന്ത് ചെയ്താലും നമുക്ക് അതിന്റെ ഒരു കണക്കുണ്ടായിരിക്കും. മനസ്സിലായോ? ചിലപ്പോൾ നമ്മളിങ്ങനെ പറയില്ല, അവനെ ഞാൻ എന്തോ ഒരു സപ്പോർട്ട് ചെയ്യുന്നറിയോ, ജഡം. ഓ നിന്നെ ഞാൻ 10 മാസം ചുമന്ന് വളർത്തതല്ലടാ, ജഡം. ഓ എന്നാൽ അവൻ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ജഡം. എന്ത് സൽപ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ല. ഈ ജഡം എന്ത് സൽപ്രവൃത്തി ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ജഡം എന്ത് ചെയ്താലും അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി നമ്മുടെ അവയവങ്ങളിലുണ്ട്. റോമലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം 7-ാം അധ്യായത്തിൽ, നന്മ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ എന്നിൽ നിന്ന് വരുന്നു. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഈ ജഡം കൊണ്ട് നന്മ ചെയ്യാൻ റീസൺ, നിങ്ങൾ ഇംഗ്ലണ്ടിൽ സെറ്റിൽ ആവുന്ന ഒരു കുറവായിരിക്കുമോ, അതോ എനിക്കറിയത്തില്ല. അമേരിക്കയിലൊക്കെ ഒത്തിരി പേര് പോയി സ്ഥലം വാങ്ങിച്ചവിടെ സെറ്റിൽ ആവാറുണ്ട്. ഇംഗ്ലണ്ടിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങൾ കേരളത്തിൽ വന്ന ഒരു സ്ഥലം വാങ്ങിച്ചായിരിക്കും ചിലപ്പോൾ താമസിക്കുന്നത്, ഡോണ്ട് നോ, അറിയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ, ആ സ്ഥലം വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നാട്ടിൽ വരുമ്പം നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങളുടെ സഭയ്ക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാം, സഭാ ഹോള് പണിയാൻ. ദയവായിട്ട് ഇത് കാര്യമായിട്ട് എടുക്കരുത്, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അങ്ങനെ എടുക്കൂലെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോ പാസ്റ്റർ എടുത്തു നിങ്ങൾ പറയാണ്, പാസ്റ്ററെ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു 10 ലക്ഷം രൂപ തന്നേക്കാം, ഇതാ 10 ലക്ഷം രൂപയുടെ ചെക്ക്. ആ സീൻ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ പാസ്റ്റർ മുഖം എങ്ങനെയായിരിക്കും? ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങളുടെ ബഹുമാനം ഉണ്ടാവുമോ? ഭയങ്കര ബഹുമാനം ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ ഒരു പ്രസംഗിക്കാൻ അവസരം കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. ആ ഒരു കൺവെൻഷൻ നടത്താൻ നിങ്ങൾക്ക് ഒരു ചാൻസ് തരുമോ സ്റ്റേജിലിരിക്കാൻ? ഷുവർ കിട്ടും. ഇതിന് ഇംഗ്ലീഷിൽ സൈമണി എന്നാ പറയുന്നത്. സൈമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കണേ, സൈമണി എന്നുള്ള വാക്ക് SIMONY, സൈമണി. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ? ബൈബിളിൽ നിന്ന് കിട്ടിയ വാക്ക. ശീമോൻ എന്ന പേരുള്ള ഒരുത്തനുണ്ടായിരുന്നു. അവൻ ചെന്ന് പത്രോസിനോട് പറഞ്ഞു, ഞാൻ കുറച്ച് ദ്രവ്യം തരാം, എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടണം, അന്യഭാഷ കൊടുക്കാൻ, ആത്മാവിനെ നൽകാൻ പറ്റണം, അതാണ്
അപ്പൊ ശുശ്രൂഷ കിട്ടാൻ വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് സൈമണി എന്ന് പറയുന്നത്. ഇപ്പൊ കൺവെൻഷന് പ്രസംഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പരിപാടി നടത്താൻ വേണ്ടി അവരെ പ്രസാദിപ്പിക്കാൻ പൈസ കൊടുക്കുന്ന പരിപാടിക്കാണ് സൈമണി എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ മതി. പർച്ചേസിങ് ഓഫ് മിനിസ്ട്രീസ് ബൈ പേയ്മെന്റ് ഓഫ് മണി, ഇതിനെയാണ് സൈമണി എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, അത് ആവശ്യമല്ല എന്റെ വിഷയം. ഇനി ആ പാസ്റ്റർ ഭയങ്കര ആത്മീയനായിരുന്നു വിചാരിച്ചോ. നിങ്ങൾ 10 ലക്ഷം രൂപ കൊണ്ടെത്തുന്ന ഉടനെ പ്രത്യേക ഒരു ഭാവവ്യത്യാസവും കാണിക്കാതെ ആ 10 ലക്ഷം രൂപ മേടിച്ചിട്ട് അപ്പത്തന്നെ രസീത് എഴുതി തന്നു വിചാരിച്ചു. നിങ്ങൾ ആ രസീത് കൈപ്പിടിച്ച് ഒന്ന് അത്ഭുതപ്പെടും. ഷോ, അയാൾ ഒരു നന്ദി പോലും എന്നോട് പറഞ്ഞില്ലല്ലോ, അയാൾ ദൈവത്തിന് നന്ദി പറഞ്ഞു കാണും. ഇറ്റ്സ് വെരി സ്പിരിച്വൽ. അത് നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരാൾ ചോദിക്കാൻ, ഭാര്യയോട് ചോദിക്കാൻ, എടി അയാള് ഞാൻ ആ 10 ലക്ഷം കൊടുത്തിട്ട് എന്നോടൊന്ന് മൈൻഡ് ചെയ്യുവോ, ചായ കുടിച്ചിട്ട് വാ ചായ എന്ന് പോലും പറഞ്ഞില്ല, അതെന്താ അയാൾ അങ്ങനെ? അപ്പൊ ഭാര്യ പറയും, എന്റെ അച്ചായ ആ മനുഷ്യൻ ഭയങ്കര ആത്മീയനാണ്. അയാൾക്ക് 10 രൂപ കൊടുത്താലും 1,00,000 രൂപ കൊടുത്താലും 10 ലക്ഷം രൂപ കൊടുത്താലും അയാൾ പറയും വിധവയുടെ ചില്ലിക്കാശാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ 10 ലക്ഷം ഒന്നും പുള്ളി മൈൻഡ് ചെയ്യില്ല. അപ്പൊ ഈ അച്ചായൻ എന്നാ പറയുന്നറിയോ, ഓഹ് അങ്ങനെയുള്ള ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഉണ്ടോ? ഓഹ് ദൈവദാസനായമാരായ അങ്ങനെ വേണം പറയല്ലേ, പറയും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, എന്താണെന്നറിയോ? ഇങ്ങനെ പറഞ്ഞാലും ഈ അച്ചായന്റെ ഉള്ളില് ഈ ജഡത്തില് ഒരു എതിർശക്തി വളർന്നു വരും ആ പാസ്റ്റിനെതിരെ. അവൻ ഇത്ര വലിയ ആത്മീയം കളിച്ചിട്ട് ഇപ്പൊ കണ്ടില്ലേ അവന്റെ വർത്തമാനം വരും. നാളെ ആ പാസ്റ്ററുടെ എന്തെങ്കിലും കുറ്റം കണ്ടാൽ ഈ അച്ചായൻ പറയും, അവൻ പൈസയുടെ കാര്യം നോക്കിയപ്പോ എന്തായിരുന്നു അവന്റെ ആത്മീയത, ഇപ്പൊ കണ്ടില്ലേ ചോദിക്കും. അത് പാസ്റ്ററിനറിയാം ഇത് പ്രശ്നമാകും. 10 ലക്ഷം രൂപ തന്ന അച്ചായന് ഒരു എതിർശക്തി ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കൗണ്ടർ ചെയ്തില്ലെങ്കിൽ തക്ക സമയത്ത് അത് അയാളെ നശിപ്പിക്കും, സഭയെ നശിപ്പിക്കും. ഈ പാസ്റ്ററിന് അറിയാവുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആ മനുഷ്യനെ സുഖിപ്പിക്കാനുള്ള, ആ കൗണ്ടർ ഫോഴ്സിനെ ഒതുക്കാനുള്ള എന്തെങ്കിലും പാസ്റ്റർ ചെയ്തിട്ടേ വിടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഈ PYPക്കാര് പണ്ട് രക്തദാനം എന്ന് പറഞ്ഞൊരു പരിപാടി ഓർഗനൈസ് ചെയ്തായിരുന്നു. രക്തദാനം, മഹാദാനം, ജീവദാനം ഞങ്ങൾ എല്ലാവരും കൊടുക്കുക. എനിക്ക് അതിനല്ല ഒബ്ജക്ഷനും ഇല്ല. പക്ഷെ അവരെ രക്തം കൊടുത്തിട്ട് തിരിച്ചു വരുന്ന ഒരു വരവുണ്ടാവും. എന്തായിരിക്കും അറിയോ? അതുവരെ ഒരു പാപം ചെയ്യാത്തവരുടെ ഗമയിലിരിക്കുന്നത്. അതായത് ഞങ്ങൾ രക്തം കൊടുത്തിട്ട് വരുന്നതെന്ന്. അതിനകത്ത് ആ ഒരു ഫ്ലഷിന്റെ പ്രവൃത്തി എന്താ ചെയ്തെന്നറിയോ? അനുതാപം എടുത്തു കളഞ്ഞു. ഈ ജഡത്തിന്റെ പ്രവൃത്തി കൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്നാ പറയാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ഫെലോഷിപ്പിൽ ഒരു സഹോദരി ഉണ്ട്, ഭയങ്കര നീക്കാണ്, സോഫ്റ്റ് ഹാർട്ട്, വളരെ നല്ല ഡിസൈപ്പിളാണ്, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്, ഡോക്ടറാണ്, ഹസ്ബൻഡ് ഡോക്ടർ. അപ്പൊ ഒരു ദിവസം എന്നോട് ഈ സിസ്റ്റർ പറയാണ്, ചേച്ചേ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? എൻ്റെ ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡറുമായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ് പ്രോബ്ലം? പുള്ളി എന്നോട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കുറച്ച് ക്യാഷ് ചോദിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ 2,500 ഉണ്ടായിരുന്നു, ഞാനത് കൊടുത്തു. പിറ്റേ ദിവസം ആ പുള്ളി വന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നെ ഒന്ന് സഹായിക്കാമോ? ഒരാൾ പോലും സഹായിക്കാനില്ല, OP-യിൽ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഫാർമസി പോയി 2 മരുന്ന് എടുത്തുകൊണ്ട് വരാം, എനിക്ക് ഇവർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പൊ ഈ പൈസ മേടിച്ചോണ്ട് പോയാൽ തൊട്ട് പിറ്റേ ദിവസം പൈസ തിരിച്ചു കൊടുത്തിട്ടും ഇല്ല. ഇവരോട് ചൂടായി. എന്നോട് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഞാനാണോ ഈ പണിയെല്ലാം ചെയ്യേണ്ടത്? അറ്റൻഡറാ. അങ്ങനെ പുള്ളിക്കാരി മീക്ക്നെസ്സിൽ പറഞ്ഞു, അത് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്, എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്, ഒരു റിക്വസ്റ്റ് ആയിട്ട്. പുള്ളി പറഞ്ഞു, ഒരു രക്ഷയില്ല, എന്നെ ഏൽപ്പിക്കാത്ത പണി ഞാൻ ചെയ്തില്ല പറഞ്ഞു. ഊട് ചീത്ത പറഞ്ഞിട്ട് പോയി. ഒരു ഭയങ്കര വിഷമായി പോയി. ഈ വിഷമം എവിടെ നിന്ന് വന്നരാ? ആ പൈസ കൊടുത്തതിൽ നിന്ന് വന്നതാ. അത് എത്ര വിഷമം വരത്തില്ലായിരുന്നു. ഇയാൾക്ക് ആ പൈസ കൊടുത്തിട്ട് പോലും, അതാണ് ഈ വിഷമം. ഈ ഫ്ലഷ് അങ്ങനെ വിഷമിക്കുന്നത്. അപ്പൊ എന്നോട് ചോദിക്കുക, 2 ആഴ്ചയായി ചേച്ചി, ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് എന്ന് പറയും, പക്ഷെ ഇയാളെ കാണുമ്പോൾ മാത്രം ഞാൻ മുഖം തിരിച്ചു നടക്കുന്നു. എനിക്ക് പുള്ളിയെ ഫേസ് ചെയ്തൊന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ നന്നാവും? ഇതാണ് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും അയാളെ നോക്കി ചിരിക്കരുത്. എന്താ പറഞ്ഞേ? ചിരിക്കരുത്. ചിരിക്കരുതോ? ചിരിക്കണ്ടേ? ഞാൻ പറഞ്ഞു വേണ്ട. അതെന്താ? ചിരിച്ചാൽ ആ ചിരി ഒരു സുഖമില്ലാത്ത ചിരിയായിരിക്കും. എന്ന് പറഞ്ഞാൽ
2500 രൂപയും മേടിച്ചിട്ട് ചീത്തയും പറഞ്ഞിട്ട് വന്നിരിക്കുന്നു എന്ന് മനസ്സിൽ കാണും. എന്നിട്ട് പുറമേ ചിരിച്ചാൽ അതൊരു ജഡത്തിന്റെ പ്രവൃത്തി ആവുള്ളൂ. പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ചിരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ഉണ്ടല്ലോ, ഹൃദയം അത് ഭയങ്കര മനസ്സെന്ന് പറയുന്ന വഞ്ചനയുടെ ഉസ്താദാണ്. ആ മനസ്സെന്ത് പറയുന്നറിയോ? അവൻ അത്രയും ചെയ്തിട്ടും നീ അവനെ നോക്കി ചിരിച്ചാലേ. അങ്ങനെ വേണം ദൈവത്തിന്റെ മക്കള്. ശരിക്കും സ്നേഹം ഉണ്ടായില്ല, ഒരു വക്രിച്ച ചിരിയായിരുന്നു, ജഡത്തിൽ ഒന്നും സോൾവ് ആയില്ല. പക്ഷെ ഒരു കളിപ്പീര് ചിരിയിലൂടെ, ഒരു ജഡത്തിന്റെ പ്രവൃത്തിയിലൂടെ അനുതാപം എന്ന വികാരം തന്നെ ഇല്ലാതായി പോകും. പിന്നെ സ്വയം നീതീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, ഉള്ളിൽ സ്നേഹം ഉണ്ടാകാതെ. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ആ സിസ്റ്റർ എന്നോട് ചോദിച്ചു, എന്താ ഞാൻ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്താലും ജഡമായിരിക്കും. ഒരു വഴിയുള്ളൂ, നിങ്ങൾ അടുത്തടുത്തടുത്ത് ചെല്ലുമ്പോൾ ഇത്രയും വിശ്വസിക്കുക, ഞാനല്ല, ഞാൻ കർത്താവിന്റെ കൂടെ മരിച്ചു. ഐ ആം സർക്കംസൈസ്ഡ് ബൈ എ സർക്കംസിഷൻ, നോട്ട് ബൈ ഹാൻഡ്. എന്റെ പഴയ മനുഷ്യൻ മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. വിശ്വസിക്കുക. ഡു യു റിയലി ബിലീവ് ഇറ്റ്? അടുത്ത് ചെന്നു, ആരാ വിശ്വസിക്കുന്ന? എന്തോ ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാൻ മരിച്ചു. ഐ ഐഡന്റിഫൈഡ് വിത്ത് ദ ഡെത്ത് ഓഫ് ദ ലോർഡ്. മരിച്ചു. സർക്കംസിഷൻ, പഴയത് കഴിഞ്ഞുപോയി, പഴയതിനെ റിമൂവ് ചെയ്തു. വിശ്വാസത്താല നേരെ മുഖത്തോട്ട് നോക്കി ചിരിച്ചു, സംസാരിച്ചു, ഭയങ്കര സന്തോഷമായി. എന്നോട് പറഞ്ഞു, ഇത്രയേ സന്തോഷമായിട്ട് ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ആരാ ചെയ്തത്? ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു. എന്റെ ജഡമല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു. ദാറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, മൈ സബ്സ്റ്റിറ്റ്യൂട്ട്, എന്റെ നീതിയായി മാറുന്ന ക്രിസ്തു. അവനെ ഞാൻ സ്വീകരിക്കുന്ന എന്തിനാണെന്നറിയോ? അവന്റെ ജീവൻ ഞാൻ ജീവിക്കാൻ വേണ്ടിയാ. Why do I receive him? Not to venerate him and put him on a pedestal. Not to put money in an offertory box and request things. Not at all. I am receiving him to live his life. ഇങ്ങനെ കർത്താവിന്റെ ജീവനെ സ്വീകരിച്ചിട്ടുണ്ട്. കർത്താവെ, നിന്റെ ജീവൻ ഞാൻ ജീവിക്കാം. ജഡം കൊണ്ട് ഒരു പ്രയോജനവുമില്ല സഹോദരൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഫലം കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു ഫലവും നിങ്ങൾ ഉണ്ടാവില്ല. മനുഷ്യരുടെ മുമ്പിൽ ഫലം ഉണ്ടാവും, പക്ഷെ ദൈവത്തിന് ഫലം കായ്ക്കുമാറ് ക്രിസ്തുവിന്റെ സ്വന്തമായി മാറാൻ നമുക്ക് കഴിയില്ല. സോ വി ഹാവ് ടു ഫേസ് ദാറ്റ് ക്രൈസിസ്. കർത്താവിന് മുമ്പിൽ ആ ക്രൈസിസ് ഞാൻ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എന്റെ അപര്യാപ്തതകളിലേക്ക് ഞാൻ എത്തണം. യെശയ്യാവിനെ പോലെ, ഇയ്യോബിനെ പോലെ. ഇയ്യോബ് നീതിമാനായിരുന്നു. സോ റൈച്ചസ് ഹി വാസ്, ഈവൻ സൈറ്റൻ കുഡ് നോട്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് ഹിം. അത്ര നീതിമാനായിരുന്നു. പക്ഷെ കർത്താവിനെ കണ്ടപ്പോ എന്താ പറഞ്ഞെന്നറിയോ? അയ്യോ, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പം എന്റെ കണ്ണാൽ ഞാൻ നിന്നെ കണ്ടു. അതുകൊണ്ട് ഞാൻ പൊടിയിലും എന്നെ തന്നെ വെറുത്ത്, ഐ ഹേറ്റ് മൈസെൽഫ്, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു. എന്താ പാപം? നീതിമാനാണെന്ന് ചിന്തിച്ച് സംസാരിച്ചു പോയി, അതാ പാപം. കർത്താവിനെ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഐ ആം ഡർട്ട്, പ്ലെയിൻ ഡർട്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ കർത്താവിന് മുമ്പിൽ അങ്ങനെ? അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങൾ കർത്താവിനെ കണ്ടിട്ടില്ല. നിങ്ങൾ അവനെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, CD-യിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. You haven't come across him. You are not broken if you are not broken by the Lord. Like I say, like Peter. When he first found Jesus. Not first, maybe second time. ആദ്യം അന്ത്രയോസിന്റെ കൂടെ ഒന്നൊന്ന് കാണുന്നുണ്ട്. പിന്നെ ആയിരിക്കണം യേശു അവനെ കടപ്പുറത്ത് വെച്ച് കടലിൽ മീൻ പിടിക്കുന്നവനായിട്ട് കാണും. മീൻ പിടിക്കുന്നവനായിട്ട് കാണുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വല വീശാൻ പറയുമ്പോൾ പത്രോസ് വലയൊക്കെ വീശി ഇഷ്ടംപോലെ മീനെ പിടിച്ചിട്ടു. അപ്പം നമ്മൾ നോക്കി, ഞാനായിരുന്നു പത്രോസിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ കർത്താവിനോട് എന്ത് പറഞ്ഞതെന്നറിയോ? ഇന്ന് നമ്മുടെ സാക്ഷ്യങ്ങൾ കേട്ടാൽ മതി. കർത്താവിനെ ആരും കാണുന്നില്ല. നമ്മുടെ സാക്ഷ്യം എങ്ങനെയാ? കർത്താവെ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കർത്താവ്. ഞാൻ പല മൂർത്തികളെ വിളിച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരിക്കലും ആ മിഥ്യാമൂർത്തികൾ എന്നെ സഹായിച്ചിട്ടില്ല. പക്ഷെ നീ വന്ന് എന്റെ പടകിൽ കയറിയപ്പോൾ, ഇങ്ങനെ യേശുവിനെ സ്വീകരിക്കുന്നവരുണ്ട്. പടകിൽ കയറിയപ്പോൾ എന്തോ ഒരു ബ്ലെസ്സിങ്.
അതുകൊണ്ട് കർത്താവെ, ഞാൻ ഈ രാത്രി മുഴുവൻ അധ്വാനിക്കുന്ന പണി നിർത്തി. രാത്രി മുഴുവൻ ഓൾ നൈറ്റ് പ്രയറിന് പൊക്കോളാം. പകല് മുഴുവൻ ഞാൻ ട്രാക്ടർ എടുത്ത് നടന്നോളാം. ഓരോറ്റ മീൻ പിടുത്തത്തിന് നീ എന്റെ കൂടെ വന്ന 100 മീൻ എനിക്ക് കിട്ടിയാൽ 10 മീൻ നിനക്കുള്ളതാണ്. ഞാൻ ദശാംശത്തിൽ കുറവ് വരുത്തുന്നവനല്ല. ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കും. നീ എന്റെ കൂടെ ബിസിനസ് ചെയ്താൽ 10-1. എന്താ വിശ്വസ്തതയല്ലേ? കൂടെ ബിസിനസ് ചെയ്യാൻ ഒരാളെ വിളിച്ചിട്ട് 10-1. ഇതാണ് നമ്മുടെ മതം. ഇത് നമ്മുടെ ചുറ്റും പ്രചരിക്കുന്ന മതമാണിത്. നിങ്ങൾ ഈ മതം കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ലോകത്തിന്റെ വിശാലമായ വഴിയിലേക്ക് കർത്താവിനെ വിളിച്ചിറക്കാൻ ശ്രമിക്കുന്ന മതം, അതിന് കർത്താവിനെ ബ്രൈബ് ചെയ്യാൻ പൈസ കൊടുക്കാൻ ശ്രമിക്കുന്ന മതം, പരിചയമുണ്ടോ ഈ മതത്തെ? നിങ്ങളുടെ വിശാലമായ വഴി ഇനിയും വിശാലമാക്കാൻ കർത്താവെ നീ എന്റെ പടകിലേക്ക് വരണം. എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നറിയോ? നിന്റെ പടകിൽ യേശു ഉണ്ടെങ്കിൽ. ഓ, എന്താ വൈബ്രേഷൻ, എന്താ കൺവെൻഷൻ പ്രസംഗം! ആളുകളെല്ലാം നിന്ന നിൽപ്പിൽ മറിയുക. പക്ഷെ ഒരു കാര്യം ആരും പറയുന്നില്ല. അന്ന് ഏറ്റവും കൂടുതൽ ഹാർവെസ്റ്റ് കിട്ടിയ ദിവസം പത്രോസ് കർത്താവിനോട് എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, നീ വഴി വരരുത്, എന്റെ അടുത്തേക്ക് നീ വരരുത്, എന്നെ വിട്ടു നീ പോ. എനിക്ക് മീനും വേണ്ട, ഒന്നും വേണ്ട. കാരണം എനിക്കറിയാം ഇവിടെ മീനില്ലായിരുന്നു. നിന്റെ വാക്കാണ് ആ മീനിനെ ഇല്ലാത്തിടത്ത് വിളിച്ചു വരുത്തുമാറാക്കിയത്. നീ ദൈവമാണ്. ദൈവത്തിന് മുമ്പിൽ അകപ്പെട്ടവൻ എന്ത് മീൻ? ദൈവത്തിന് മുമ്പിൽ അകപ്പെട്ട നമുക്ക് ആകെ ഒരു ഫീലിംഗേ ഉള്ളൂ, ഐ ആം എ സിന്നർ ആൻഡ് ഹീ ഈസ് ആൻ ഇറ്റേണലി ഗ്ലോറിയസ് ഗോഡ്. അവന്റെ മുമ്പിൽ ഞാൻ നിൽക്കും. ഇപ്പൊ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വന്നാൽ നമുക്ക് ഒരു വെളിപ്പാടില് കർത്താവ് നമുക്ക് മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കർത്താവേ എന്റെ പിള്ളേരുടെ അഡ്മിഷൻ ശരിയാക്കി തരണേ എന്ന് ആണോ പെട്ടെന്ന് പറയുന്നത്? അല്ല, അയ്യോ ഞാൻ പാവിയാണേ, എന്നോട് കരുണുണ്ടാണെന്ന് പറയുള്ളൂ. അയ്യോ എന്നോട് കർത്താവേ എനിക്ക് നിന്നെ നോക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറയൂ. പത്രോസിനെ കാണാൻ പറ്റിയത് ലോകത്തിലെ ശിഷ്യന്മാർക്ക്, കർത്താവിന്റെ ശിഷ്യന്മാർക്ക്, വിശുദ്ധന്മാർക്ക്, നമുക്ക് മുമ്പേ ഓടിയവർക്ക് കർത്താവിനെ കണ്ടപ്പോൾ ഉണ്ടായ ഇൻസ്പയറിംഗ് ഫിയർ, പാപബോധം, അരിഷ്ട മനുഷ്യൻ എന്നുള്ള ബോധം നമുക്കുണ്ടാകാറില്ല. നമ്മൾ കർത്താവിനെ അല്ല നോക്കുന്നത്, മീനിനെ നോക്കുന്നത്. മീൻ കൊണ്ടുവരാനുള്ള ഒരു ഏജന്റ് മാത്രമാണ് നമുക്ക് കർത്താവ്. ബിസിനസ് നന്നാക്കാനുള്ള ഒരാള്, എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റാനുള്ള ഒരു മനുഷ്യൻ. ഐ എം നോട്ട് വെനറേറ്റിംഗ് ഹിം. ഹിയർ ദ ലോർഡ് ഈസ് വർക്കിംഗ് ഫോർ യു, നോട്ട് യു ഫോർ ദ ലോർഡ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പെടാപ്പാട് വിടുക, നിങ്ങൾ പിടിച്ചു വെച്ച് പണിയെടുപ്പിക്കുക. പക്ഷെ നിങ്ങൾ കർത്താവിന് വേണ്ടിയല്ല, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി. ഇത് ശരിക്കും അപകടകരമായ ഒരു മതമാണ് നമ്മുടെ ചുറ്റും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്ന ദൈവം നമുക്കറിയാം, അല്ലെ? അറിയാവോ നിങ്ങൾക്കത്? അറിയാം. ദൈവം നമ്മളെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ദൈവം ഉറപ്പായിട്ടും തരും. അതിന് നമ്മൾ പുറകെ കരഞ്ഞുകൊണ്ട് കിയോ എന്ന് പറഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾ നടക്കണ്ട. ഗോഡ് നോസ് ഹൗ ടു ഫീഡ് us. ഇപ്പൊ എന്റെ മകൻ രാവിലെ എഴുന്നേറ്റ് എന്നോട് പറയാം, ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇത്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എക്സാമ്പിളാണ്, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ. എന്നാ പോലും, പപ്പ എനിക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് തരണേ. തരാം. അടുത്ത ദിവസം പിന്നെ പപ്പ എന്താടാ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരുമോ? തരാവിടെ. പിന്നെ അരമണിക്കൂർ പപ്പ എന്നാണ് നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരാണ്ട്. ഒരു 25 പ്രാവശ്യം അവൻ എന്നോട് ചോദിച്ചാൽ അത് അവൻ എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണോ അതോ വിശ്വാസത്തിൽ കുറവായോണ്ടാണോ? അപ്പൊ നമ്മൾ ഈ ലോകപരമായ കാര്യങ്ങളുടെ പുറകെ കർത്താവെ പ്രവർത്തിക്കണേ പറഞ്ഞു നടക്കുന്ന എന്തിനാ? പ്രവർത്തിക്കാതെ എങ്ങാനും കർത്താവ് പോകും, എന്നെ പെരുവെള്ളത്തിലാക്കുവോ എന്നൊരു സംശയമുള്ളതുകൊണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ബൈബിളിൽ ഉണ്ടല്ലോ, ഇടവിടാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. ഉണ്ട്. പക്ഷെ എന്ത് പ്രാർത്ഥിക്കണം എന്നറിയോ? ആത്മാവിനെ ചോദിക്കാനാണ് പറഞ്ഞത്. കാരണം സ്വർഗത്തിലെ നല്ല ദാനങ്ങൾ അത് നിലവിളിക്കുന്നവന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ചാരികസേരയിൽ ചാരി കിടക്കുന്നവന് പറ്റില്ല, തകർന്നവന് മാത്രമേ പറ്റുള്ളൂ. തകർന്നവന് നിലവിളിക്കാതിരിക്കാൻ പറ്റില്ല. ആ തകർച്ചയുടെ ആഴം, ദാഹത്തിന്റെ ആഴമനുസരിച്ച് ആത്മാവിനെ നിറയ്ക്കുന്നത്, ദാഹത്തിന്റെ ആഴമനുസരിച്ച. അതുകൊണ്ടാ നമുക്കിപ്പൊ കിട്ടാത്തത്. നമുക്ക് ലോകത്തോടാ ദാഹം. ഇന്ന് പാസ്റ്റർമാര് 40 ദിവസം 21 ദിവസമൊക്കെ ഉപവാസം ഇരിക്കുന്ന കൃപാവരങ്ങൾ കിട്ടുന്ന എന്തിനു വേണ്ടിയെന്നറിയാം? യേശുവിനെ പോലെ ജീവിക്കാനുള്ള ദാഹത്തിനല്ല, ശുശ്രൂഷ വലുതാകാൻ വേണ്ടിയാ. 2 കൃപാവരങ്ങൾ കിട്ടിയിട്ട് വേണം തകർക്കാൻ, ഗൾഫിൽ പോവാൻ, അമേരിക്കയിൽ പോവാൻ, അയർലൻഡിന് വരാൻ.
ദിസ് ഈസ് എ പെർവേഴ്സ് ആൻഡ് ക്രൂക്കഡ് ജനറേഷൻ. വിശ്വാസം അട്ടിമറിക്കപ്പെട്ടു പോയ ഒരു ജനറേഷൻ. കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന നമ്മളോടുള്ള കരുണയാണ്. അവൻ ഇന്ന് നമ്മളെ തിരിച്ചു വിളിക്കുന്നുണ്ട്. റിപ്പന്റ് ആൻഡ് കം ടു ദ ലോർഡ്. കർത്താവിലേക്ക് വരിക. അവന്റെ ജീവൻ നമ്മളിൽ. അപ്പൊ കർത്താവിനോട് പറഞ്ഞ വാക്കിലേക്ക് ഞാൻ മടങ്ങിപ്പോണം. ജഡത്താൽ യാതൊരു പ്രയോജനവുമില്ല. വാട്ട് എവർ യു ഡു ഇൻ യുവർ ഫ്ലഷ് പ്രോഫിറ്റ്സ് യു നത്തിങ്. അടുത്ത വാക്യം എന്താണെന്നറിയോ? ആത്മാവ് ജീവിപ്പിക്കും. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിക്കും, എന്റെ കർത്താവ്, ഞാൻ ഇത്രയും പ്രസംഗിക്കാൻ നടക്കുന്നുണ്ട്. അന്നൊക്കെ പ്രസംഗം ഉണ്ടാക്കുന്ന ഭയങ്കര പ്രിപ്പറേഷനാണ്. പ്രിപ്പയർ ചെയ്ത് പഠിച്ച് ഈ കഥ ഇവിടെ ആ കഥ ഇവിടെ പറയണം. കാരണം ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് ഈ ബൈബിൾ കോളേജിൽ ഹെർമന്യൂട്ടിക്സ് പഠിപ്പിക്കും. അതായത് എങ്ങനെ പ്രസംഗം ഉണ്ടാക്കണം, ആൾക്കാരെ വ്യാഖ്യാനിക്കണം, എങ്ങനെ വ്യാഖ്യാനിക്കണം, ഹെർമന്യൂട്ടിക്സ് എങ്ങനെ പ്രസംഗിക്കണം, ഹൊമിലെറ്റിക്സ്, ഇതൊക്കെ അവർ പഠിപ്പിക്കും. അപ്പൊ അതിനൊക്കെ ഒരു രീതിയുണ്ട്. ഞാൻ അതനുസരിച്ച് പ്രസംഗം ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. ഈ വ്യാഖ്യാനത്തിന്റെ ഉത്തരം എനിക്കില്ലാതെ ഞാൻ വിഷമിച്ച് നിന്നപ്പം കർത്താവിനോട് പറഞ്ഞു, നീ മരിക്കുള്ളൂ, എന്ത് ചെയ്താലും നീ മരിക്കും, കാരണം നീ ജഡമാണ്. പക്ഷെ നീ മരിക്കണ്ട. അതിന്റെ കാരണം നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചു. ദാറ്റ്സ് ദ ഓൺലി റീസൺ. ഐ ടുക്ക് യുവർ ഡെത്ത് എവേ, യുവർ പണിഷ്മെന്റ് എവേ. ആ ഒരൊറ്റ കാരണം കൊണ്ട് നീ മരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് നല്ല വാർത്തയാണല്ലോ, പിന്നെ എന്തിനാ ആൾക്കാർ ഇട്ടിട്ട് പോകുന്നത്? അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നറിയാമോ? എന്താ ഇംപ്ലിക്കേഷൻ? നിന്റെ സ്ഥാനത്ത് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനി എനിക്ക് ജീവിക്കാൻ ഒരു സ്ഥാനം ഇല്ല എന്നാണ്. മൈ പ്ലേസ് ജീസസ് ടു ആൻഡ് ഇറ്റ് വുഡ് ഹാവ് എൻഡഡ് ഇൻ മൈ ഡെത്ത്. ആ മരണവും ആ വഴിയും കർത്താവ് എടുത്ത് മാറ്റിക്കളഞ്ഞു. എന്റെ മുമ്പിൽ നിന്ന് ഇല്ലാതാക്കി കളഞ്ഞു. മൈ ഫ്ലഷ് വാസ് ക്രൂസിഫൈഡ് വിത്ത് ഹിം. ദ ഫ്ലഷ് ഈസ് ഗോൺ, ഡൈഡ്. ഇനി ആ വഴിയില്ല, ജഡത്തിന്റെ വഴിയില്ല, അത് ക്ലോസ് ആയി. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പൊ കർത്താവ് പറയണം, ആത്മാവാണ് ജീവൻ തരുന്നത്. അത് ആരുടെ ജീവനായിരിക്കും? പുത്രന്റെ ജീവനായിരിക്കും. അപ്പൊ നമുക്കിത് ഇങ്ങനെ മനസ്സിലാക്കാം. കർത്താവ് യേശുക്രിസ്തു നമ്മുടെ സ്ഥാനത്ത് ജീവിച്ചുവെങ്കിൽ ആത്മാവിനെ നമുക്ക് തരുന്നത് അവന്റെ സ്ഥാനത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്. ഹിസ് ലൈഫ് വി ആർ ലിവിങ്. നമ്മുടെ വീട്ടിലായാലും എവിടെ ആയാലും നമ്മൾ ആരുടെ ജീവൻ ജീവിക്കണം? യേശുവിന്റെ ജീവൻ. ഇൻ ഹിസ് പ്ലേസ്. അവന്റെ സ്ഥാനത്താണോ ഞാൻ ഈ സംസാരിച്ച് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണോ? ചിന്തിച്ചു നോക്കി. ഈ ലൈഫാണ് കർത്താവ് നമുക്ക് ദാനമായിട്ട് തരുന്നത്. ഈ ലൈഫ് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, നിന്റെ ജീവൻ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഹൗ ക്യാൻ ഐ ലിവ് ഇൻ യുവർ പ്ലേസ്? ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? ഈ സാൽവേഷന്റെ കാര്യം പറയുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നുള്ള കാര്യം. ഫോർ മാൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ മാൻ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, നിന്നെ പോലെ അൺസീസണൽ ഫ്രൂട്ട് ഉള്ള ഒരു ലൈഫ്, നിന്റെ സ്ഥാനത്തുള്ള ഒരു ജീവിതം, ശത്രുക്കളോട് സ്നേഹം വർദ്ധിച്ചു വരുന്ന ഇരുട്ടിൽ തെളിഞ്ഞു പ്രകാശിക്കുന്ന യേശുവിന്റെ ജീവൻ, അതെങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്? എനിക്കത് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഞാനൊരു നവംബർ മാസത്തിലാണ് കർത്താവിന്റെ ഈ ഇന്റർപ്രിട്ടേഷൻ, ഈ അർത്ഥം എനിക്ക് കർത്താവ് മനസ്സിലാക്കി തരുന്നത്. ഞാൻ ഡിസംബർ 30 വരെ ഇതുമായിട്ട് നടന്നു. എനിക്ക് ഒരു സമാധാനമില്ല. ഇത് ഈ 2009 ഞാൻ സുശേഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നിന്നെ കൊണ്ട് ഇത് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി മരിച്ചത്. എന്റെ ആത്മാവ് നിന്നെ ഈ ജീവനിലൂടെ നടത്തുന്നു. വാട്ട് വുഡ് ജീസസ് ഡു? ഇപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് എന്ത് സംസാരിക്കണം എന്നുള്ളത് എനിക്ക് എങ്ങനെ മനസ്സിലാകുന്നറിയോ? യേശുക്രിസ്തു ഇവിടെ ഉണ്ടായിരുന്നു, യേശുക്രിസ്തു ആയിരുന്നു നിങ്ങളോട് സംസാരിക്കേണ്ടത്, അല്ലേ? ഞാനല്ലായിരുന്നു. ഞാൻ നരകത്തിൽ കിടക്കേണ്ടവനായിരുന്നു, അല്ലേ? നിങ്ങളോട് ശരിക്കും ആരായിരുന്നു സംസാരിക്കേണ്ടത്? യേശുക്രിസ്തു ആയിരുന്നു, അല്ലേ? ആണോ? അതെ. അപ്പൊ യേശുക്രിസ്തു ആയിരുന്നു. യേശുക്രിസ്തു എന്ത് ചെയ്തു? എന്റെ സ്ഥാനം അങ്ങ് എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, നീ എന്റെ സ്ഥാനത്ത് ജീവിച്ചോ. അപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആരുടെ സ്ഥാനത്ത് നിൽക്കണം? യേശു നിങ്ങളോട് എന്ത് പറയുമായിരുന്നു ആ സ്ഥാനത്ത് നിൽക്കണം. അതെനിക്ക് എങ്ങനെ കഴിയും? പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും കഴിയില്ല. ഈ ആത്മാവിൽ ഉരുവാകുന്ന പുതിയ ജീവൻ, ആത്മാവ് എന്നെ യേശു പറയുമായിരുന്ന വാക്കുകളിലേക്ക് എത്തിക്കണം. അങ്ങനെ പതുക്കെ പതുക്കെ പുത്രന്റെ ജീവൻ നമ്മളിൽ ഉരുവായി വരണം. സോ ദാറ്റ് വി ക്യാൻ കണ്ടിന്യൂസ്ലി ലിവ് ഇൻ അബണ്ടൻസ്. യേശുവിന്റെ ധാരാളമായ സ്വത്ത്, ആരെ സ്നേഹിക്കാവുന്ന സ്വത്ത്, ആരോടും ക്ഷമിക്കാവുന്ന
ആത്മാവിന്റെ ഫലങ്ങൾ ജീവജല നദികളായി ഒഴുകുന്നത്ര അബണ്ടൻസ്. ഈ അബണ്ടന്റ് ലിവിങ് ആണ് ദൈവം നമുക്ക് തരുന്ന ആ സ്വർഗീയ ജീവന്റെ ഓഹരി. അപ്പൊ ശിഷ്യന്മാർക്ക് പലർക്കും ഇത് പിടികിട്ടിയില്ല. 63-ാം വാക്യത്തിലുള്ള ഈ എക്സ്പ്ലനേഷൻ കേട്ട ശേഷമാണ് ശിഷ്യന്മാരിൽ വലിയൊരു പങ്കും വിട്ടിട്ട് പോകുന്നത്. അതാണ് അതിനകത്ത് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം. 63-ാം വാക്യത്തിൽ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷമാണ്, ഇത് നിങ്ങൾ ഇറച്ചി തിന്നണ്ട, രക്തം കുടിക്കണ്ട എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷമാണ്, ഇത് മാംസമല്ല, ഇത് ആത്മാവ് വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്ത ശേഷമാണ് അവരുടെ ശിഷ്യന്മാരിൽ വലിയൊരു പങ്കിട്ടിട്ട് പോയത്. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മളോട് കർത്താവ് അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ ഇട്ടിട്ട് പോകുമായിരുന്നോ? പോയേനെ. എനിക്ക് ആദ്യം അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ വിചാരിച്ച കർത്താവ് ആത്മാവ് വരുവാന്ന് പറഞ്ഞ ആരാ ഓടുന്നേ? നമ്മളെല്ലാം ആത്മാവിനെ പ്രാപിക്കാൻ ഇരിക്കുമല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഒരു ചർച്ചയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യം വ്യാഖ്യാനിക്കുമ്പോൾ എന്നോട് കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, ഇവർക്ക് ആർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, യേശുവിന്റെ ജീവൻ. അപ്പൊ എനിക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ആളുകളിൽ ഇത് കാണാം. They didn't like what I said. ക്രിസ്തുവിന്റെ ജീവനോടുള്ള ആ നാച്ചുറൽ മാന്റെ റിബല്യൻ ഐ കുഡ് സീ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇപ്പോഴും കർത്താവ് ഇത്രയും കഠിനമാകല്ലേ, യേശുവിന്റെ ജീവൻ എനിക്ക് കിട്ടിയ അതിനകത്ത് എന്താ കർത്താവ് ഒരു എൻജോയ്മെന്റ് ഉള്ളത്? എന്നോട് ഒരാൾ ചോദിച്ചത് കേട്ടപ്പോ, യേശു ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു, എന്നിട്ട് യേശുവിന്റെ ജീവൻ കിട്ടിയിട്ട് അതിനകത്ത് എന്തോ ഒരു സന്തോഷമുള്ള, അതിൽ കല്യാണം കഴിക്കാത്ത ആളായിരുന്നു കേട്ടോ. ഒരു വിചാരിച്ചിരിക്കുന്ന ലോകത്തിലേക്ക് ഏറ്റവും വലിയ എൻജോയ്മെന്റ് കല്യാണം കഴിക്കുന്നതാണ്. പൂർ സോൾ. അതിൽ എത്രയോ വലിയ എൻജോയ്മെന്റ് ആണ് കർത്താവിന്റെ സന്നിധിയിൽ, അല്ലെ, അവന്റെ അപ്രൂവലിനകത്തിരിക്കുന്നത്. നമുക്ക് ഇതെല്ലാം പതുക്കെ പതുക്കെ മനസ്സിലാവും. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ക്രിസ്തുവിന് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്തെന്നറിയാം? അത് ഈ ലോകത്തിൽ നിന്ന് ഒന്നല്ല, അവന്റെ പിതാവിന്റെ ഒരു ശബ്ദമാണ്, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിക്കുന്നു. അതായിരുന്നു കർത്താവിന്റെ വർഷം. നിങ്ങൾ ആലോചിക്കുക, ഈ ലോകം മുഴുവൻ നിങ്ങൾ നേടുന്നതിനേക്കാൾ സന്തോഷമായിരിക്കും കർത്താവിന്റെ ഒരു ശബ്ദം, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ കോളേജിൽ പഠിച്ച് ഒരു വർഷം ഞാനൊരു ബ്രേക്ക് എടുത്തു. കാരണം എനിക്ക് ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രോഫസി കേൾക്കുന്നത്. പ്രോഫസി കേട്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ബ്രദർ ആദ്യം പോയിരുന്നു കേട്ടു. ഹീ സ്റ്റിൽ എ റോമൻ കാത്തലിക്. ഓർത്തഡോക്സ് ആയിരുന്നു, ബട്ട് ഹി മാരീഡ് ഫ്രം എ റോമൻ കാത്തലിക്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അവൻ എന്നോട് ഒന്നോട് പറഞ്ഞു, ഭയങ്കര ഒരു പ്രോഫറ്റ് ആട്ടോ പുള്ളി, എന്റെ ജീവിതം അതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാ വൈകിട്ട് ഞാനൊന്ന് പോയേക്കാം, കേൾക്കാം. ഞാൻ പോയി ഈ പ്രോഫറ്റ് പറയുന്ന കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ എന്റെ ഉള്ളിലൊരു കിടുക്കമുണ്ട്, ദൈവമാണ് വരുന്നത്. അല്ലെ, പ്രൊഫറ്റിയുടെ ആരാ സംസാരിക്കുന്നത്? ദൈവമാണ്. അപ്പൊ ഞാൻ ദൈവത്തിന് മുമ്പ് എങ്ങനെ നിൽക്കും? ഞാൻ പൊടിഞ്ഞു പോവും. എന്റെ ജീവിതത്തിലുള്ളതെല്ലാം തുറന്നു വിളിച്ച് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പോയി ഇരിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്റെ അങ്കിളും ആന്റിയും ഇവരെല്ലാരും ആ സമയത്ത് ഈ ഓർത്തഡോക്സ് വിട്ട് പെന്തക്കോസ്തിലോട്ട് വരാൻ ഇങ്ങനെ ഇരിക്കുവാ. ഞാനാണ് ആദ്യം വന്നേക്കുന്നത്. അപ്പൊ എന്നെ ഒരു സാമ്പിളായിട്ടാണ് അവർ കാണുന്നത്, എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ എന്നെ ഉന്തിത്തള്ളി ഒരു വിട്ടേക്കുക. അപ്പൊ എനിക്ക് പോകണമെന്നില്ല, കാരണം എന്റെ അകത്തുള്ളതെല്ലാം വെടി വരുമെന്നുള്ള പേടി എനിക്ക് ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇയാള് പ്രസംഗിച്ചു തുടങ്ങി. ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോ ഒന്നും പ്രവചിക്കുന്നില്ല, ഇന്ന് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നുള്ളൂ. എനിക്ക് ആശ്വാസമായി. ഓഹ്, സന്തോഷം. പകുതി ആയപ്പോഴേക്കും ഈ മനുഷ്യൻ പ്രസംഗം നിർത്തി എന്റെ നേരെ വന്നിട്ട് ഒരൊറ്റ പ്രവചനം, നിന്നെ ഞാൻ വിവിധ ഭാഷക്കാരുടെ ഇടയിൽ എന്റെ ദാസനായി മിഷണറിയായി പറഞ്ഞു വിടാൻ പോകുന്ന ആളാണ്. ഒറ്റ പ്രവചനം. ഇത് കേട്ടപ്പോ എനിക്ക് മിഷണറി ആയിട്ട് പോവുക, ഉപദേശിയാവുന്നുള്ള ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഐ വാസ് മോർ ഇൻ ടു അക്കാഡമിക്സ്. അപ്പൊ ഞാനൊരു ഉപദേശമായിട്ട് പോകുന്ന എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ എന്നാലും ദൈവം എന്നെ ഇങ്ങനെയാണല്ലോ കണ്ടത് എന്നുള്ള ആ ഒരു സന്തോഷം ഞാൻ ഓർത്ത് തന്നെ പൊടിച്ചു വരുന്നു. ബിക്കോസ് ഐ വാസ് സോ സിംപിൾ.
പക്ഷെ കർത്താവ് എന്നെ അപ്രൂവ് ചെയ്തു എന്ന് കേൾക്കുമ്പോഴേക്കും എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ആനന്ദം. ഞാൻ തീരുമാനം നിർത്തുന്നില്ല കേട്ടോ അന്നേരം. പക്ഷെ എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ആനന്ദം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴും, അതുകൊണ്ട് എനിക്ക് ഒരു ഓർമ്മയുണ്ട്, ദൈവത്തിന്റെ ഒരു അപ്രൂവലിന്റെ ശബ്ദം കേൾക്കുന്ന പോലെ സന്തോഷമുണ്ട്. നമ്മളൊരു സഭന്റെ മുമ്പിൽ ചെല്ലേണ്ടി വരുമല്ലോ. അപ്പോ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കാൻ എനിക്ക് പറ്റുമോ? ക്രിസ്തുവിനെ അത് പറ്റുള്ളൂ. എനിക്ക് സ്വന്തമായിട്ട് എന്റെ ജഡത്തിൽ അത് ഒരിക്കലും ഇല്ല. ഇൻ ക്രൈസ്റ്റ് വൺ ഡേ ഐ സ്റ്റാൻഡ്, ടുഡേ ഓൾസോ ഐ സ്റ്റാൻഡ് കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. ഓക്കെ, ഇതൊരു വലിയ ഹോപ്പാണ്. അപ്പോ ഈ ആൾക്കാരെല്ലാം ഇട്ടിട്ട് പോയത് എന്തുകൊണ്ടാണ് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ആർക്കും ക്രിസ്തുവിന്റെ ജീവനെ വേണ്ട, സംഗതികൾ മതി. ഞാൻ ഇന്നലെ കഠിന ഹൃദയത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ, സ്റ്റോണി ഹാർട്ട്. ഈ സ്റ്റോണി ഹാർട്ടിന്റെ ഒരു എക്സാമ്പിൾ ആണ്. യേശുവിന്റെ ജീവനെ വേണ്ട, സംഗതികൾ മതി. ഞാനൊരു ദിവസം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ മകനോട് ചോദിച്ചു, മോനെ ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? ഉള്ള കാര്യം പറയാം, ഞാൻ ഒരു വകയും കൊണ്ടുപോകാറില്ല വീട്ടിലോട്ട് ചെല്ലുമ്പോൾ. ഈ ഗൾഫിൽ പോയ സമയത്താണ് അവിടുത്തെ പാസ്റ്റർമാര് സ്നേഹത്തോടെ ഏതാണ്ടൊക്കെ മേടിച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് പിള്ളേർക്ക് പാക്ക് ചെയ്ത് അവിടുത്തെ വിശ്വാസികൾ സഹോദരങ്ങൾ. അല്ലെ ഞാൻ ഒരു വകയും വാങ്ങിക്കാൻ, എവിടെയെങ്കിലും പോയ ഉള്ള നേരത്തെ വീട്ടിൽ വരികയെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ അന്ന് അവനോട് ചോദിച്ചു, അന്ന് അവൻ 5 വയസ്സ് മറ്റുള്ളൂ. എന്നോട് ചോദിച്ചു, ഞാൻ വീട്ടിൽ വരുമ്പോ എന്താ മോനെ കൊണ്ടുവരേണ്ടത്? അപ്പൊ പറഞ്ഞു, പപ്പ ഒന്നും വേണ്ട, പപ്പ നേരത്തെ വന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അവന് വേണ്ടത് പപ്പയാണ്, തിങ്സ് അല്ല. ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചോ, പപ്പ എനിക്ക് ഇന്ന ചോക്ലേറ്റ് വേണം, ഇന്ന ടോയ് വേണം, പപ്പ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പപ്പ അത് കൊറിയർ വഴി അയച്ച്, ലെറ്റർ വഴി അയച്ച് തന്നെ എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞായിരുന്നെങ്കിലോ? ഒരു കഠിന ഹൃദയമല്ലേ അത്? ഒരു ഭയങ്കര കഠിന ഹൃദയമാണ്. കർത്താവിനോട് നമ്മൾ അതാ പറയുന്നത്, നീ ഉടനെ വരണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. നീ വളരെ കഷ്ടപ്പെട്ട് എനിക്ക് തരുന്ന ജീവൻ എനിക്ക് താല്പര്യമില്ല. നീ ഗോതമ്പ് മണി പോലെ നിലത്ത് വീണ് നീ വേദന സഹിച്ച് വിയർപ്പ് തീർന്നിട്ട് രക്തലോമികൾ പൊട്ടി അതിൽ നിന്ന് ബ്ലഡ് വെളിയിൽ വന്നിട്ട് അത്രയും വലിയ ആഗണിയിലൂടെ നീ കടന്നുപോയി എനിക്ക് തന്ന ജീവൻ താല്പര്യമില്ല, നോട്ട് ഇൻട്രസ്റ്റ്. എനിക്ക് നീ ജീവിച്ച ജീവനൊന്നും പറ്റില്ല, ഉള്ള കാര്യം പറയാം. എനിക്ക് വല്ല കിട്ടാനുണ്ട് തന്നെ. ഞാൻ വേണം 40 ദിവസം വേണ്ടി ഉപവാസം ഇരിക്കാൻ, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ. ഇത് കഠിന ഹൃദയമാണോ? ഇത് കഠിന ഹൃദയമാണ്. കർത്താവ് പറയും, നിനക്കിതൊന്നും തരാൻ എനിക്കൊരു ചെലവില്ലായിരുന്നു. ഒരു വാക്ക് എനിക്ക് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്ക് സമ്പത്തായിരുന്നോ വേണ്ടത്? ബട്ട് ഞാൻ വന്ന് നിനക്ക് വേണ്ടി മരിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്റെ ജീവൻ ഞാൻ നിനക്ക് തരാൻ വേണ്ടിയായിരുന്നു. നിനക്കത് വേണ്ട. ദാറ്റ്സ് ഹാർഡ് ഹാർട്ടഡ്നെസ്. ദാറ്റ്സ് ദ ഹാർഡ് ഹാർട്ടഡ്നെസ് നൗ വി ഹാവ്. നമ്മുടെ ഉള്ളിൽ ഇന്നും പൊടിയാതെ കിടക്കുന്ന, പൊട്ടാതെ കിടക്കുന്ന ദൈവത്തോടുള്ള ശത്രുത, സ്റ്റോണി ഹാർട്ട്, ഫ്ലഷ്. ദിസ് ഈസ് വാട്ട് ഈസ് കില്ലിംഗ് പെന്തക്കോസ്റ്റലിസം. നമ്മൾ വിചാരിക്കും ആത്മാവ് വന്നു കഴിഞ്ഞാൽ ജീവൻ വരും. നമ്മൾ വിചാരിച്ചു, കർത്താവ് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്ന ആത്മാവ് വന്നു കഴിഞ്ഞാൽ മിനിസ്ട്രി വരും, ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഗിഫ്റ്റുകൾ വരും, ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഖമാക്കിയെടുക്കാം. വാട്ട് എ വേസ്റ്റ്, വാട്ട് എ വേസ്റ്റേജ്. സഹോദരങ്ങളെ, ഇന്നും ക്രിസ്തുവിന്റെ പ്രത്യാശയിൽ നമ്മൾ അകറ്റിക്കളയുന്ന ദുരാത്മാക്കൾ, ഈ ലോകത്തിലേക്ക് ആകർഷിക്കുന്ന ശുശ്രൂഷകൾ, നമ്മുടെ അതിമഹത്തായ പ്രതിഫലത്തെ ഒന്നുമില്ലാതാക്കി കളയുന്ന ലോകത്തിന്റെ ശുശ്രൂഷ. ഇന്ന് കർത്താവിനോടുള്ള സ്റ്റോണി ഹാർട്ട്, കഠിന ഹൃദയം വളരെയധികം പെരുകിയിരിക്കുന്നു, വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് അത് വളർന്നിരിക്കുന്നു, പടർന്നു പന്തലിച്ചിരിക്കുന്നു. അവിടെ പ്രിയ സഹോദരങ്ങളെ, വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മാക്കളോട് കർത്താവിന്റെ ശബ്ദം ഉണ്ടെങ്കിൽ, ഇന്ന് അവന്റെ സന്നിധിയിലേക്ക് മുഖം തിരിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മൾ കരുണാകാലത്ത് തന്നെ, കൃപാകാലത്ത് തന്നെ അവന്റെ അനുഗ്രഹങ്ങളെ കാണും എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പറഞ്ഞു മനസ്സിലാക്കി തരും. പ്രൊഫസി എങ്ങനെ പറയേണ്ടത്? ദിസ് ഈസ് വാട്ട് ദ ലോർഡ് വാണ്ടഡ് ടു ടെൽ യു. ഞാനൊരു ബൈബിൾ ടീച്ചർ എന്ന് വിചാരിക്കുമ്പോഴും ഞാനൊരു എന്റെ കയ്യിൽ ബൈബിൾ അല്ലാതെ വേറൊന്നുമില്ല. ഐ ഡോണ്ട് ഹാവ് എ സ്ക്രിപ്റ്റ് വിത്ത് മീ. ഐ ഡോണ്ട് പ്ലാൻ വാട്ട് ഐ വാണ്ട് ടു സേ. ദ ലോർഡ് ഹാസ് ടോൾഡ് മീ, യു സ്റ്റാൻഡ് ദേർ, ഐ ഷാൽ സ്പീക്ക് ത്രൂ യു. അപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് നിന്നുപോയി എന്ത് ചെയ്യും? ഇടയ്ക്ക് അർത്ഥം പറയാതെ ഞാൻ ഇറങ്ങിപ്പോകും.
ഞാൻ എന്തിനാ കർത്താവിന് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ ഞാൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? വൈ ഷുഡ് ഐ ബോദർ ഇഫ് ദ ലോർഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മനുഷ്യനല്ലേ, എനിക്ക് ഇട്ടിട്ട് പോകാൻ വിഷമം. കർത്താവിനോട് സംസാരിക്കുന്നില്ല, നിർത്തിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. കാരണം എന്താ? മനുഷ്യരോടുള്ള സ്നേഹം. 8:45 തീരുന്ന പ്രസംഗം ഞാൻ എങ്ങനെയൊക്കെ 8:30 വരെ സ്റ്റോപ്പ് ചെയ്തു. 8:10 തൊട്ട് ഞാനാ വാചോടിച്ചോണ്ടിരുന്നത്. എനിക്ക് വാചോടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആത്മാവില്ല, ഞാൻ ഇത് കഷ്ടപ്പെടുക, പറയാൻ കഷ്ടപ്പെടുക, ഒന്നും വരുന്നില്ല. ഇറ്റ്സ് നോട്ട് കമ്മിങ് ടു മൈ മൗത്ത്. അന്ത്യകാലത്ത് പ്രിയ സഹോദരങ്ങളെ, നമ്മളോടെല്ലാം ദൈവത്തിന്റെ ആത്മാവിനെ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. കാറ്റുപോലൊരു ജീവിതത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് ദൈവത്തിന് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഇറ്റ്സ് നോട്ട് ലിമിറ്റഡ് ടു certain people. God wants to speak to all his children. അതുകൊണ്ട് പറയുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വെളിപ്പാടുകൾ, ദൈവത്തിന്റെ കാഴ്ചകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണണം, നമ്മുടെ യൗവനക്കാർ കാണണം. നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ദൈവത്തിന്റെ ആ മഹത്വമേറിയ ആ നോട്ടം, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്ന പോട്ടെ, നമ്മൾ ആദ്യം ആ ഒരു നോട്ടത്തിലേക്ക് എത്തണം. സോ ദാറ്റ്സ് വാട്ട് ദ ലോർഡ് ഈസ് ടീച്ചിങ് us through these verses. അവിടെ കർത്താവിന്റെ ജീവൻ അവർക്ക് അലർജി ആയി പോയത്. അത് എല്ലാവർക്കും അങ്ങനെ. ഇപ്പൊ ഞാൻ ഒരു ഇല്ലസ്ട്രേഷൻ അതിന് പറയാം, അത് എന്തുകൊണ്ടാണ് ഈ ഹേറ്റർ ഉണ്ടാകുന്നതെന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ഭയങ്കര റൊമാൻസ് ആണെന്ന് വിചാരിച്ചു. ഞാൻ കർത്താവിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും, ദയവായിട്ട് പോയി കുഴി ചാടരുത്. നിങ്ങൾ ആരെങ്കിലും യൗവനക്കാർ ഇത് കേൾക്കുന്നുണ്ട്, ഓക്കെ? കുഴി ചാടി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളാണ്. ഓക്കെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പ്രേമിക്കാമെന്ന് വിചാരിച്ചാൽ മതി, ഓക്കെ? കൂടുതലൊന്നും വേണ്ട. അപ്പൊ ഈ പെൺകുട്ടി ആൺകുട്ടിയുടെ എപ്പോഴും ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരം, പഞ്ചാര എന്ന് പറയും, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, മണിക്കൂറിൽ പോകുന്ന അറിയുന്നില്ല. അപ്പോ ഈ പെൺകുട്ടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ബന്ധം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കൂടെയുള്ള സംസാരം, പിന്നെ ഗിഫ്റ്റുകള്, വല്ലപ്പോഴും വേണ്ടി ഒരു ഐസ്ക്രീം, ആരും കാണാതെ മുങ്ങി, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഒരു ദിവസം ചെറുക്കൻ പറയാണ്, ഈ പ്രേമിച്ച് നടക്കുന്നത് കാരണം വിവാഹത്തിൽ പരസ്പരം ഏൽപ്പിക്കപ്പെടുന്നവരെ നമുക്ക് പരസ്പരം അവകാശങ്ങളൊന്നുമില്ല. ഐ ഡോണ്ട് ബിലോങ് ടു യു, യു ഡോണ്ട് ബിലോങ് ടു മീ. ഓക്കെ, വിവാഹം കഴിക്കുമ്പോഴാണ് പരസ്പരം ബന്ധമുള്ളത്. അതുവരെ ഐ ഡോണ്ട് ഹാവ് എനി റൈറ്റ് ഓവർ ദാറ്റ് പേഴ്സൺ. എനിക്ക് അയാളുടെ മേൽ റൈറ്റ് ഒന്നുമില്ല. ആ റൈറ്റ് ഉള്ളത് ഫ്ലഷിന്റെ റൈറ്റാണ്, അല്ലെ റൈറ്റ് ഒന്നുമില്ല. മാരേജ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആളുടെ മേൽ റൈറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഈ ചെറുക്കിന് സുബോധമായിട്ട് ചെറുക്കൻ പറയാണ്, നമുക്കുള്ള നേരത്തെ കല്യാണം കഴിച്ചേക്കാം, ഇങ്ങനെ ഈ പ്രേമിച്ച് നടക്കേണ്ട കാര്യം എന്താ? ദാറ്റ്സ് നോട്ട് ഫെയർ. അൺലെസ് വി ഗെറ്റ് മാരീഡ് വി ഡോണ്ട് ബിലോങ് ടു ഈച്ച് അതർ. അപ്പൊ ഈ പെണ്ണ് പറയാണ്, അതങ്ങനകത്ത് നടക്കുന്ന കാര്യം. നിങ്ങൾ എന്തായി പറയുന്നത്? ഞാൻ നിന്നെ കല്യാണം കഴിച്ച് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അപ്പനും അമ്മയും പറയുന്ന കേട്ട് നീ പറയുന്നതിൽ അനുസരിച്ച് നിനക്ക് ആഹാരം ഉണ്ടാക്കി തന്ന് പാത്രം കഴുകി തുണി അലക്കി എന്നെ കൊണ്ട് വരും. അപ്പൊ പിന്നെ നീ എന്തിനാ എന്നെ? അപ്പോ അവള് പറയാണ്, അങ്ങോട്ട് വരുന്ന കാര്യമൊക്കെ വിട്, നമുക്കിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കാം. വല്ലപ്പോഴും നീ എനിക്ക് ഗിഫ്റ്റുകൾ തന്നാൽ ഞാൻ സന്തോഷമായിട്ട് വാങ്ങിച്ചോളാം. ഇതല്ലേ നമ്മൾ കർത്താവിന് പറയുന്നത്? ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. പക്ഷെ കർത്താവ് പോയ വഴി നോ. ആ ലൈഫിനോട് നമുക്ക് ഒരു അവേർഷനാണ്. ഡോണ്ട് വാണ്ട് ദാറ്റ്. ഇതാണ് കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുന്ന സഭ കർത്താവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ്രോഹം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് പറയുന്നത് അവന്റെ ജീവനെ പ്രാപിക്കാനാണ്. അവന്റെ ജീവനെ എങ്ങനെയാ പ്രാപിക്കുന്നത്? ആത്മാവിനെ പ്രാപിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ചോദ്യം, ആത്മാവിനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ PYPയുടെ മീറ്റിങ്ങിന് സംസാരിച്ചു കഴിഞ്ഞു. അവിടെ ഈ കാത്തിരിപ്പോ, ഞാൻ അവരോട് പറഞ്ഞു, ഈ കാത്തിരിപ്പോത്തിന് ചുമ്മാ കൈയടിച്ച് ഫ്രണ്ട്സിലാകുന്നതിന് പകരം ആ പിള്ളേരോട് മുട്ടുകുത്തി നിന്ന് അനുതാപത്തോടെ, പലതും രക്ഷിക്കപ്പെട്ടവരൊന്നും അല്ല അവിടെ ഉള്ള പിള്ളേർ, അവർ പിന്നെ ഈ തമ്പേർ അടിച്ച് അതിനകത്ത് പെട്ടുപോയി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? രക്ഷിക്കപ്പെടാത്തവര് തമ്പേറടിക്കകത്ത് പെട്ടാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വരും. എക്സ്റ്റസിയിൽ, ഉന്മാദാവസ്ഥയിൽ. ആജ്ഞാഭാഷ ആവുമോ? ആവില്ല. ആത്മാവാകുമോ? ആവില്ല. എക്സ്റ്റസി ആവും, ഉന്മാദാവസ്ഥ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. നമ്മൾ പലപ്പോഴും ഉന്മാദാവസ്ഥ ആത്മാവായിട്ട് തെറ്റിദ്ധരിക്കും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പിള്ളേരോട് പറ, യേശുവിന്റെ ജീവൻ ജീവിക്കാൻ വേണ്ടി കർത്താവെ നിന്റെ ജീവൻ എനിക്ക് തരണേന്ന് പറ. അപ്പൊ ആത്മാവ് വരും. ആത്മാവ് അതിനു വേണ്ടിയാ വരുന്നത്. ആത്മാവ് വരുന്ന കർത്താവിന്റെ ജീവനെ നമുക്ക് തരാൻ വേണ്ടിയാ. ആഗ്രഹമുണ്ടോ കർത്താവിന്റെ ജീവൻ വേണമെന്ന്? നിങ്ങളെ ആത്മാവിനാൽ ദൈവം നിറയ്ക്കാതിരിക്കില്ല. കാരണം അവൻ വന്നത് തന്നെ ആ ജീവനെ തരാൻ വേണ്ടിയാണ്.
പത്രോസ് പറയാണ്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ അടുക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ, ഞങ്ങൾക്ക് അത് മതി. അവരാണ് ആത്മാവിനെ പ്രാപിച്ചത്, ജീവൻ വേണ്ടവർ. പ്രിയ സഹോദരങ്ങളെ, റൈറ്റിംഗ് ഈസ് ഓൺ ദ വാൾ. നമ്മുടെ മുമ്പിൽ എഴുത്ത് വ്യക്തമാണ്. കാലമില്ല. വീണ്ടും ജനിച്ചോന്ന് ഉറപ്പുവരുത്താനും ആത്മാവുള്ളവരാണോ നമ്മളെന്ന് കാണുവാനും ക്രിസ്തുവിന്റെ ജീവനാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് പരിശോധിക്കാനും ദൈവത്തിന്റെ ശബ്ദം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നുണ്ട്. അന്ത്യകാലത്ത് കർത്താവ് വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു വലിയ ചോദ്യത്തിന് മുമ്പിൽ കണ്ടെത്തും. കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് എന്ന് പറയാനുള്ള ധൈര്യം, ആ ഫെയ്ത്ത്, ആ ഉറപ്പ്, ആത്മാവിന്റെ ബലം, ആത്മാവ് തരുന്ന ജീവൻ, അൺസീസണിലും വർക്ക് ചെയ്യുന്ന ഫ്രൂട്ട്, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേ ഞങ്ങളുടെ സ്റ്റോണി ഹാർട്ട്, കഠിന ഹൃദയം കൊണ്ട് വേദനിപ്പിക്കുന്നവരാണ് കർത്താവ്. ഞങ്ങൾ അങ്ങ് തരുന്നൊന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത് കർത്താവ്. അങ്ങനെ ഞങ്ങൾ ഈ ലോകത്തിനുള്ളവരായി അങ്ങയിൽ നിന്ന് അകന്ന് ഞങ്ങളുടെ പാപത്തിന്റെ ആ പ്രതികരണത്തിൽ കർത്താവ് ഞങ്ങൾ നശിച്ചവരായിരുന്നു കർത്താവെ. ദൈവമേ, അങ്ങയുടെ ജീവൻ ഞങ്ങൾ അന്വേഷിച്ച് വന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. അങ്ങ് ഞങ്ങളെ ജീവിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഇന്നും ഈ ജീവൻ അനുഭവിക്കാത്തവർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ കർത്താവെ, ആ ആത്മാവിന്റെ ജീവൻ വ്യാപരിക്കുവാൻ, യേശു ജീവിച്ച ജീവനിലേക്ക് കിടക്കുവാൻ, ആത്മാവിനാൽ നിറയുവാൻ, കൃപാവരങ്ങളാൽ നിറയുവാൻ, കർത്താവിന്റെ ജീവനാൽ നിറയുവാൻ ഞങ്ങളെ സഹായിക്കണം. നന്ദിയോടെ സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.